Hi all, welcome to Steadicom MLT Academy. കേരള PSC ലാബ് ടെക്നീഷ്യൻ DME എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മളൊരു മോക്ക് എക്സാം, ഒരു പ്രാക്ടീസ് എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 100 MCQs ആയിരുന്നു നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു 100 MCQസിൻ്റെയും കംപ്ലീറ്റ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ അതുപോലെ തന്നെ കേരള PSC ലാബ് ടെക്നീഷ്യൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു 1000 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ഈ ബുക്ക് നമുക്ക് ആമസോൺ കിൻഡിലിൽ അവൈലബിൾ ആണ്. അതിലുള്ള 1000 ക്വസ്റ്റ്യനും മുന്നേയുള്ള PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം. നിങ്ങൾക്ക് കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പ് O donor with a high titer of anti-A and anti-B are grouped in option A dangerous universal donor, option B secretor, option C Bombay group, option D universal donor. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? അതായത് ക്വസ്റ്റ്യൻ എന്താണ്, O ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ ആണ്, പക്ഷേ അവർക്ക് ഹൈ ടൈറ്റർ ഓഫ് ആൻറ്റി എയും ആൻറ്റി ബിയും ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ O ഗ്രൂപ്പ് ഇൻഡിവിജ്വലെ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നാണ് പറയാറുള്ളത് അല്ലേ. യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയാൻ കാരണം അവർക്ക് എന്താണ്, ആൻറ്റിജൻസ് ഒന്നും പ്രസൻ്റ് അല്ല, പകരം ആൻറ്റിബോഡീസ്. കാരണം O ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പം അവർക്ക് A ആൻറ്റിജനും ഉണ്ടാവില്ല, B ആൻറ്റിജനും ഉണ്ടാവില്ല അല്ലേ. 2 ആൻറ്റിജനും ഉണ്ടാവില്ല, പക്ഷേ ആൻറ്റി എയും ഉണ്ടാവും, ആൻറ്റി എ ബിയും ഉണ്ടാവും. ആൻറ്റി ബിയും ഉണ്ടാവും, ആൻറ്റി എയും ഉണ്ടാവും. സോ ഇവരെ നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്നാണ് പറയാറുള്ളത്. സാധാരണ ഒരു O ഗ്രൂപ്പുകാരെ നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയാൻ കാരണം ഇവർക്ക് 2 ആൻറ്റിജനും ഇല്ലാത്തത് കൊണ്ട് ഇവരെ വേണമെങ്കിൽ നമുക്ക് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആർക്കും കൊടുക്കാം. കോമൺലി നമ്മൾ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള സെയിം ബ്ലഡ് ഗ്രൂപ്പ് തന്നെ ട്രാൻസ്ഫ്യൂസ് ചെയ്യുള്ളെങ്കിലും നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ ഓക്കാരെ നമുക്ക് വേണമെങ്കിൽ A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കും B ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കും AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കും വേണമെങ്കിൽ കൊടുക്കാം. കാരണം അവർക്ക് A ആൻറ്റിജനും B ആൻറ്റിജനും ആബ്സെൻ്റ് ആണ്. കാരണം ഇവരുടെ കയ്യിൽ ഏത് ആൻറ്റിബോഡി ഉണ്ടെങ്കിലും ഇവരെ എടുത്ത് റിയാക്ട് ചെയ്യിക്കാൻ ആൻറ്റിജനൊന്നുമില്ല, ഓക്കാർക്ക് ആൻറ്റിജനൊന്നുമില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് അവരറിയപ്പെടുന്നത്. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്, O ഗ്രൂപ്പുകാരാണ്, പക്ഷേ ഈ ആൻറ്റി എയും ആൻറ്റി ബീൻ്റെയും ടൈറ്റർ ഭയങ്കര ഹൈ ആണ്. അങ്ങനെയുള്ള ഓക്കാരെ നമ്മൾ പറയുന്നത്, ഇതിൻ്റെ ആൻസർ ഡേഞ്ചറസ് യൂണിവേഴ്സൽ ഡോണർ എന്നാണ്. ഓക്കാർ യൂണിവേഴ്സൽ ഡോണർ ആണെങ്കിലും ഇങ്ങനെ ഹൈ ടൈറ്റർ ഉള്ള ആൻറ്റി എയും ആൻറ്റി ബിയും ഹൈ ടൈറ്റർ ഉള്ളവരെ നമ്മൾ ഒരു യൂണിവേഴ്സൽ ഡോണറായിട്ട് നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യാറില്ല. കാരണം എന്താണ്, അവർക്ക് ആൻറ്റി എയും ആൻറ്റി ബിയും ഹൈ ടൈറ്റർ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളത് എക്കാർക്കോ ബിക്കാർക്കോ അല്ലെങ്കിൽ എ ബിക്കാർക്കോ കൊടുക്കുമ്പം ഈ ആൻറ്റി എയും ആൻറ്റി ബിയും റെസിപ്പിയൻറ്റിൻ്റെ സെല്ലിനെ പോയിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിനെ ഡിസ്ട്രക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണ നോർമലി ഓക്കാരെന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണർ ആണ്, പക്ഷേ ഇതേപോലെയുള്ള ഹൈ ടൈറ്റർ ആൻറ്റി എയും ആൻറ്റി ബിയും ഉണ്ടെങ്കിൽ അവർ ഡേഞ്ചറസ് O ഗ്രൂപ്പ് എന്നോ ഡേഞ്ചറസ് യൂണിവേഴ്സൽ ഡോണർ എന്നോ പറയും. സോ അങ്ങനെയുള്ളവരെ നമ്മൾ അതർ ബ്ലഡ് ഗ്രൂപ്പിന്, സെയിം ബ്ലഡ് ഗ്രൂപ്പ് അല്ല, അതർ A ഓർ B ബ്ലഡ് ഗ്രൂപ്പിന് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഡേഞ്ചറസ് O ഗ്രൂപ്പ് ഓർ ഡേഞ്ചറസ് യൂണിവേഴ്സൽ ഡോണർ. സോ ഇവിടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്താ ഈ സെക്രീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? സെക്രീറ്റേഴ്സ് എന്ന് പറഞ്ഞു, യൂണിവേഴ്സൽ ഡോണർ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് O ഗ്രൂപ്പ്, കോമൺ O ഗ്രൂപ്പ് ഉള്ളവരെ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയും. സെക്രീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻ, നമ്മളിപ്പോൾ പറഞ്ഞ A ആൻറ്റിജൻ B ആൻറ്റിജൻ ഒക്കെ സെക്രീഷനിലൂടെ, മെയിൻലി സലൈവ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിലേക്കൊക്കെ സെക്രീഷൻസിൽ അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻസ് കാണാൻ പറ്റും. അവരെയാണ് നമ്മൾ സെക്രീറ്റേഴ്സ് എന്ന് പറയാം. നോൺ സെക്രീറ്റേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ സലൈവയിലൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജൻ പ്രസൻ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് സെക്രീറ്റേഴ്സ്. പക്ഷെ അങ്ങനെ പ്രസൻ്റ് അല്ലാത്തവരെ, ചിലരെ അങ്ങനെ പ്രസൻ്റ് ആയിരിക്കുള്ളൂ, അങ്ങനെ പ്രസൻ്റ് അല്ലാത്തവരെ നോൺ സെക്രീറ്റേഴ്സ് എന്ന് പറയാം.
ഓക്കെ. അതുപോലെ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ പറയാറുള്ളത് എ ബ്ലഡ് ഗ്രൂപ്പും ബി ബ്ലഡ് ഗ്രൂപ്പും എ ബി ബ്ലഡ് ഗ്രൂപ്പും ഒ ഗ്രൂപ്പും ആണല്ലേ പറയാറുള്ളത്. എക്കാർക്ക് എ ആൻറ്റിജൻ ഉണ്ടാവും, ബിക്കാർക്ക് ബി ആൻറ്റിജൻ ഉണ്ടാവും, എ ബിക്കാർക്ക് എ ആൻറ്റിജനും ബി ആൻറ്റിജനും പ്രസൻ്റ് ആയിരിക്കും, ഓക്കാർക്ക് എ ആൻറ്റിജനും ബി ആൻറ്റിജനും ആബ്സെൻ്റ് ആയിരിക്കും എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇവർക്കെല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു എച്ച് ആൻറ്റിജൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഓക്കാർക്കും ഉണ്ടാവും, എക്കാർക്കും ഉണ്ടാവും, ബിക്കാർക്കും ഉണ്ടാവും, അതേപോലെ എ ബിക്കാർക്കും ഈ എച്ച് ആൻറ്റിജൻ ഉണ്ടാവും. ഓക്കാർക്ക് ഒരു ആൻറ്റിജനും ഇല്ല എന്ന് പറയെങ്കിലും എച്ച് ആൻറ്റിജൻ ഉണ്ടാവുന്നുണ്ട്. ഈ എച്ച് ആൻറ്റിജനാണ് ശരിക്കും എയും ബിയും ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ ഓക്കെ പോട്ടെ. സോ എന്താ ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഈ എച്ച് ആൻറ്റിജനും ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ എച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ ബോംബെക്കാർക്ക് എച്ച് ആൻറ്റിജനും ആബ്സെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കാറിൽ ഹൈ ടൈറ്റർ ഓഫ് ആൻറ്റി എയും ആൻറ്റി ബിയും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പറയാം ഡേഞ്ചറസ് ഒ ഗ്രൂപ്പ് ആണെന്ന്. സോ അങ്ങനെയുള്ള ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സൽ ഡോണർ ആയിട്ട് എല്ലാവർക്കും ആ ഒരു ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. അത് പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ആർക്കാണോ റിസീവ് ചെയ്യുന്നവർക്ക് അവരുടെ RBC ഡിസ്ട്രക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദാറ്റ് ഈസ് ഫ്ലെയിമബിൾ കെമിക്കൽ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ഓപ്ഷൻ എ റെഫ്രിജറേറ്റർ, ഓപ്ഷൻ ബി ഡാർക്ക് റൂം, ഓപ്ഷൻ സി ഡാർക്ക് റൂം, ഓപ്ഷൻ ബി ഡെസിക്കേറ്റർ, ഓപ്ഷൻ ഡി ഫയർ പ്രൂഫ് മെറ്റൽ ബോക്സ്. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, നമ്മൾ ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ഫയർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റൽ ബോക്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കാറുണ്ട് കേട്ടോ പല ക്വസ്റ്റ്യൻ പേപ്പറിലും. ആൽക്കഹോള്, സൈലിന്, ഈ അതുപോലെ ടോളുവിന്, ഇതൊക്കെ എന്താണ് ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. ഇങ്ങനെയുള്ളതിനെ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് ഫയർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റൽ ബോക്സിലാണ് കേട്ടോ. സോ അതുപോലെ തന്നെ ഈ ഡെസിക്കേറ്ററിൽ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യാറുള്ളത്? ഡെസിക്കേറ്ററിൽ നമ്മൾ മെയിൻലി മോയ്സ്ചറിനെ പറ്റിക്കഴിഞ്ഞാൽ നശിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് കെമിക്കൽസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. മോയ്സ്ചറായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്ന കെമിക്കൽസ്. ഇപ്പോൾ കൊബാൾട്ട് ക്ലോറൈഡ് പോലെയുള്ള ഹൈഗ്രോസ്കോപ്പിക് ആയിട്ടുള്ള കെമിക്കൽസിനെ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? യെസ്, മോയ്സ്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ളതിനെ നമ്മൾ ഡെസിക്കേറ്ററിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. ഡാർക്ക് റൂമിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്തായിരിക്കും? യെസ്, നമ്മൾ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ലൈറ്റിൻ്റെ പ്രസൻസിൽ എന്താ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡാർക്ക് റൂമിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. സോ ഫ്ലെയിമബിൾ ആയിട്ടുള്ള കെമിക്കൽ എപ്പോഴും ഫയർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റൽ ബോക്സിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ സൈറ്റോകെമിക്കൽ സ്റ്റെയിൻ? ഓപ്ഷൻ എ ലേഷ്മാൻ സ്റ്റെയിൻ, ഓപ്ഷൻ ബി ജിംസ സ്റ്റെയിൻ, ഓപ്ഷൻ സി JSB സ്റ്റെയിൻ, ഓപ്ഷൻ ഡി മൈലോ പെറോക്സിഡേസ്. ഈ ഒരു ക്വസ്റ്റ്യൻസിൽ സൈറ്റോകെമിക്കൽ സ്റ്റെയിൻ ആയിട്ട് വരുന്നത് മൈലോ പെറോക്സിഡേസ് സ്റ്റെയിൻ ആണ് കേട്ടോ. മൈലോ പെറോക്സിഡേസ് സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി AML ആണ് ഈ മൈലോ പെറോക്സിഡേസ് പോസിറ്റീവ് ആയിട്ടുള്ളത്. AMLനെയും ALLനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൈലോ പെറോക്സിഡേസ് സ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് പോസിറ്റീവ് ആയിട്ടുള്ളത് ആരാണ്? AML, അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയാണ് അല്ലേ. അപ്പോൾ മൈലോ പെറോക്സിഡേസ് പോസിറ്റീവ് ആയിട്ടുള്ളത് മൈലോ ലുക്കീമിയ, അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയാണ്. എന്ത് പോസിറ്റീവ് ആയിട്ടുള്ളത്? മൈലോ പെറോക്സിഡേസ് പോസിറ്റീവ് ആയിട്ടുള്ളത്. സോ അപ്പോൾ ബാക്കിയുള്ള സ്റ്റെയിനോ? മൈലോ പെറോക്സിഡേസ് സ്റ്റെയിൻ ഒരു സൈറ്റോകെമിക്കൽ സ്റ്റെയിൻ ആണ്. യെസ്, ലേഷ്മാൻ സ്റ്റെയിനും ജീംസ സ്റ്റെയിൻ എന്ന് പറയുന്നത് ഒരു റോമനോസ്കി സ്റ്റെയിൻ ആണ്. എന്ത്? ഈ ലേഷ്മാൻ സ്റ്റെയിൻ നമ്മൾ സാധാരണ ഒരു ബ്ലഡ് സ്മിയർ സ്റ്റെയിൻ ചെയ്യാറുള്ളത് ലേഷ്മാൻ സ്റ്റെയിൻ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ജീംസ സ്റ്റെയിൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ മലേറിയൽ പാരസൈറ്റിനൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജീംസ സ്റ്റെയിൻ ചെയ്യാറുണ്ട്. അതുപോലെ JSB സ്റ്റെയിനും ഇതേപോലെ മലേറിയൻ്റെ തിക് സ്മിയറിൽ മലേറിയ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു സ്റ്റെയിനാണ്.
ജാസ്വാൻ സിംഗ് ഭട്ടചാരി സ്റ്റെയിൻ അല്ലെങ്കിൽ JSB സ്റ്റെയിൻ. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട് കേട്ടോ. ജീംസാം സ്റ്റെയിനും ചോദിക്കാറുണ്ട്, JSB സ്റ്റെയിനും ചോദിക്കാറുണ്ട്. മലേറിയക്ക് വേണ്ടിയിട്ടാണ് അധികവും നമ്മൾ JSB സ്റ്റെയിൻ യൂസ് ചെയ്യാറുള്ളത്. ലേഷ്മാൻ സ്റ്റെയിൻ നമ്മൾ റുട്ടീൻ ബ്ലഡ് സ്മിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലേഷ്മാൻ സ്റ്റെയിൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചത് മൈലോ പെറോക്സിഡേസ് സ്റ്റെയിൻ ആയിരുന്നു. ദറ്റ് ഈസ് സൈറ്റോ കെമിക്കൽ സ്റ്റെയിൻ ആണ്. AML ആണ് നമ്മൾ മൈലോ പെറോക്സിഡേസ് സ്റ്റെയിൻ പോസിറ്റീവായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് ബ്ലഡ് പിക്ചർ ഈസ് സീൻ ഇൻ ഓപ്ഷൻ എ അപ്ലാസ്റ്റിക് അനീമിയ, ഓപ്ഷൻ ബി സിക്കിൾ സെൽ അനീമിയ, ഓപ്ഷൻ സി അയൺ ഡെഫിഷ്യൻസി അനീമിയ, ഓപ്ഷൻ ഡി മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ക്വസ്റ്റ്യൻ എന്താണ്? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക്. മൈക്രോ എന്ന് പറയുമ്പോൾ സാധാരണ സെല്ലിനേക്കാളും അല്ലെങ്കിൽ RBCനേക്കാളും ചെറിയ സൈസാണ്. അതേപോലെ തന്നെ എന്തുവാണ്? ഹൈപ്പോക്രോമിക്, കളർ കുറവുമാണ്. ഓക്കെ, മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ നമുക്ക് സെല്ല് ചെറുതായിരിക്കും, കളറും കുറവായിരിക്കും. അയണിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന അല്ലേ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് ബ്ലഡ് പിക്ചർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ നമുക്ക് കിട്ടുന്നത് മാക്രോസൈറ്റ് ആണ്. വലിയ സെല്ലാണ് അല്ലേ. സോ അതുകൊണ്ട് മാക്രോസൈറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുക ബ്ലഡ് പിക്ചറിൽ. മാക്രോസൈറ്റ് വലിയ സെൽ, സാധാരണ RBCനേക്കാളും വലിയ സെല്ലായിരിക്കും എന്ത് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. സിക്കിൾ സെൽ അനീമിയയിലാണ്, പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അവിടെ സിക്കിൾ ഷേപ്പ് ആയിട്ടുള്ള RBCs ആണ് കിട്ടുന്നത്. സിക്കിൾ RBCs ആണ് കിട്ടുന്നത്. സിക്കിൾ സെല്ലുള്ള RBC ആണ്. അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ ബോൺ മാരോ അപ്ലേഷ്യ ആണ്. ബോൺ മാരോസ് നമ്മൾ RBCസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അങ്ങനെ വരുന്നതാണ് ഈ അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. സോ അവിടെ നോർമലി അധികവും നോർമോബ്ലാസ്റ്റ് ആണ്, സാധാരണ സൈസ് തന്നെ ആയിരിക്കും RBCക്കൊക്കെ വരുന്നത്. അപ്പോൾ ഓരോന്നും നോട്ട് ചെയ്ത് വെക്കുക. മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് ബ്ലഡ് പിക്ചർ തരുന്നത് മെയിൻലി അയൺ ഡെഫിഷ്യൻസി അനീമിയയിലാണ് കേട്ടോ. മെഗാലോബ്ലാസ്റ്റിക്കിൽ മാക്രോസൈറ്റ് ആയിരിക്കും, സിക്കിൾ അനീമിയയിൽ സിക്കിൾ സെൽ ആയിരിക്കും, അപ്ലാസ്റ്റിക്കിൽ കോമൺലി നോർമോസൈറ്റിക് ആയിട്ടുള്ള RBCs തന്നെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. ലീഗൽ ടെസ്റ്റ് ഈസ് ഡൺ ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ഓപ്ഷൻ എ ബൈൽ പിഗ്മെന്റ്, ഓപ്ഷൻ ബി ബൈൽ സാൾട്ട്, ഓപ്ഷൻ സി കീറ്റോൺ ബോഡീസ്, ഓപ്ഷൻ ഡി ഗാലക്ടോസ്. ലീഗൽ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? യെസ്, കീറ്റോൺ ബോഡീൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലീഗൽ ടെസ്റ്റ് ചെയ്യുന്നത്. ലീഗൽ ഏതൊക്കെയായിരുന്നു കീറ്റോൺ ബോഡീസ്? അസറ്റോണ്, അസറ്റോ അസറ്റിക് ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറിക് ആസിഡ്. സോ മെയിൻലി ഇതൊക്കെയാണ് എന്ത് വരുന്നത്? കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ യൂറിനിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ലീഗൽസ് ടെസ്റ്റ് ചെയ്യാറുള്ളത്. ലീഗൽസ് ടെസ്റ്റ് മാത്രമല്ല കേട്ടോ കീറ്റോൺ ബോഡീൻ്റെ ഡിറ്റക്ഷന് നമ്മൾ റൊത്തറാസ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, ജെർഹാർഡ്സ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, അതേപോലെ ഹാർഡ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ്, നമ്മളിപ്പോൾ കണ്ട ലീഗൽസ് ടെസ്റ്റ്, ഇതൊക്കെ നമ്മൾ കീറ്റോൺ ബോഡീസിൻ്റെ ഡിറ്റക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്. കീറ്റോൺ ബോഡീസ് അസറ്റോണും അസറ്റോ അസറ്റിക് ആസിഡും ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറിക് ആസിഡുമാണ്. ഓക്കെ, കീറ്റോൺ ബോഡീസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഫാറ്റിൻ്റെ മെറ്റബോളിസം കാരണം ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മൾ മെയിൻലി സ്റ്റാർവേഷനിലൊക്കെയാണ് കീറ്റോൺ ബോഡീസ്, അതുപോലെ ഡയബറ്റിക് കീറ്റോ ആസിഡോസിസിൻ്റെ കണ്ടീഷനിലൊക്കെയാണ് കീറ്റോൺ ബോഡി. അതായത് ഓൾറെഡി ഗ്ലൂക്കോസ് ഇല്ലാണ്ടാവുമ്പോൾ നമ്മളുടെ ബോഡി ഫാറ്റിനെ യൂട്ടിലൈസ് ചെയ്യും അല്ലേ. മെയിൻ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ്. പക്ഷെ അത് ഇല്ലാണ്ടാവുമ്പോൾ ഫാറ്റിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഈ ഒരു കീറ്റോൺ ബോഡീസ് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്തു പോകുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Vitamin which help in coagulation of blood. Option A vitamin K, option B vitamin A, option C vitamin D, option D vitamin C. ഓക്കെ, നോക്കാം. നമ്മളെ കൊയാഗുലേഷൻ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? യെസ്, വൈറ്റമിൻ കെ ആണ് അല്ലേ. നമ്മൾ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യിപ്പിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ആണ്. കാരണം വൈറ്റമിൻ കെയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്.
വൈറ്റമിൻ കെനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. വൈറ്റമിൻ കെ ആണ് കൊയാഗുലേഷനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വൈറ്റമിൻ കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഫാക്ടർ 2, ഫാക്ടർ 7, ഫാക്ടർ 9, അതുപോലെ ഫാക്ടർ 10. ഏതൊക്കെയാണ്? ഫാക്ടർ 2, 7, 9, 10 കേട്ടോ. ഫാക്ടർ 2, 7, 9, 10 എന്ന് പറയുന്നത് വൈറ്റമിൻ കെൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന. സോ ഇത് ലിവർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ലിവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ കെ ആവശ്യമാണ്. വൈറ്റമിൻ കെനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ലിവർ 2-നെയും 7-നെയും 9-നെയും 10-നെ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു നമ്പർ ഏതൊക്കെയാണ്, ഏതൊക്കെ ഫാക്ടറാണെന്നുള്ളത് പഠിച്ചു വെക്കണം. വൈറ്റമിൻ കെ ആണ് കൊയാഗുലേഷനെ എഫക്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇത് വൈറ്റമിൻ കെൻ്റെ മറ്റൊരു പേരാണ് ഫില്ലോക്യുനോൺ എന്ന് പറയും കേട്ടോ. ഫില്ലോക്യുനോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ടർക്സ് ഫ്ലൂയിഡ് ഈസ് യൂസ്ഡ് ഫോർ ഓപ്ഷൻ എ WBC കൗണ്ട്, ഓപ്ഷൻ ബി പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ഓപ്ഷൻ സി RBC കൗണ്ട്, ഓപ്ഷൻ ഡി റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്. ടർക്സ് ഫ്ലൂയിഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടർക്സ് ഫ്ലൂയിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് WBC കൗണ്ടിന് വേണ്ടിയിട്ടാണ്. വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടർക്സ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള കൗണ്ടിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? യെസ്, പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റീസക്കേഴ്സ് ഫ്ലൂയിഡാണ്. കോമൺലി റീസക്കേഴ്സ് ഫ്ലൂയിഡാണ് RBC പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. RBC കൗണ്ടിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഡെയ്സീസ് ഫ്ലൂയിഡ്, ഹെയിംസ്, കോമൺലി യൂസ് ചെയ്യുന്നത് ഹെയിംസ് ഫ്ലൂയിഡ്, ഡെയ്സീസ് ഫ്ലൂയിഡൊക്കെ നമുക്ക് RBC കൗണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡാണ്. അതേപോലെ തന്നെ ഇയോസ്നോഫിലിൻ്റെ കൗണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ആണ് നമ്മളെ ഡെങ്കേഴ്സ് ഫ്ലൂയിഡ് ചോദിക്കുന്നതാണ് കേട്ടോ. ഡെങ്കേഴ്സ് ഫ്ലൂയിഡ്, ഹിങ്കിൾമാൻസ് ഫ്ലൂയിഡൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഇയോസ്നോഫിലിൻ്റെ കൗണ്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടർക്സ് ഫ്ലൂയിഡ് നമ്മൾ WBC കൗണ്ടിനാണ് യൂസ് ചെയ്യുന്നത്. പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന് നമ്മൾ യൂസ് ചെയ്യുന്നത് റീസക്കേഴ്സ് ഫ്ലൂയിഡാണ്. RBC കൗണ്ടിനാണെങ്കിൽ നമ്മൾ ഹെയിംസ് ഫ്ലൂയിഡ്, ഡെയ്സീസ് ഫ്ലൂയിഡൊക്കെ RBC കൗണ്ടിന്. അബ്സല്യൂട്ട് ഇയോസ്നോഫിൽ കൗണ്ടിനാണെങ്കിൽ നമ്മൾ ഡെങ്കേഴ്സ് ഫ്ലൂയിഡ്, ഹിങ്കിൾമാൻസ് ഫ്ലൂയിഡൊക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇയോസ്നോഫിലിൻ്റെ കൗണ്ടിന് യൂസ് ചെയ്യുന്ന ഡയല്യൂട്ടിങ് ഫ്ലൂയിഡ്സ് ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുൾട്ടർ കൗണ്ടർ വർക്ക് ഓൺ ദ basis of option A. Okay, option A Moldvan's capillary method, option B electrical impedance method, option C laser light scatter method, option D none of the above. നമ്മൾ കുൾട്ടർ കൗണ്ടർ, എന്താണ് ഈ കുൾട്ടർ കൗണ്ടർ എന്ന് പറയുന്നത്? യെസ്, നമ്മൾ കൗണ്ടിന് RBC WBC കൗണ്ടിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് കുൾട്ടർ കൗണ്ടറാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. കംപ്ലീറ്റ് ബ്ലഡ് സെൽ കൗണ്ടിനൊക്കെ ഈ കുൾട്ടർ കൗണ്ടറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നതാണ്. ഇത് സ്ഥിരം ചോദിക്കുന്ന മെത്തേഡാണ്. CBC കൗണ്ടിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഓട്ടോമേറ്റഡ് ഇൻസ്ട്രുമെൻ്റാണ് ഈ കുൾട്ടർ കൗണ്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക്കൽ ഇമ്പിഡൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, classical hemophilia is due to deficiency of option A factor 9, option B factor 10, option C factor 8, option D factor 13. കറക്റ്റ് ആൻസർ ഏതാ? നമ്മൾ ക്ലാസിക്കൽ ഹീമോഫീലിയ എന്ന് പറയുന്നത്, ക്ലാസിക്കൽ ഹീമോഫീലിയനെയാണ് ഹീമോഫീലിയ എ എന്ന് പറയുന്നത് കേട്ടോ. ഹീമോഫീലിയ എ എന്ന് പറഞ്ഞാലും ക്ലാസിക്കൽ ഹീമോഫീലിയ എന്ന് പറഞ്ഞാലും ഒന്നാണ്. അതാദ്യം മനസ്സിലാക്കി വെക്കുക. ഹീമോഫീലിയ എ എന്ന് പറയുന്നത് ഏതിൻ്റെ ഡെഫിഷ്യൻസിയാണ്? യെസ്, ഫാക്ടർ 8ൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന കണ്ടീഷനാണ് ഹീമോഫീലിയ എ എന്ന് പറയുന്നത്. സോ ക്ലാസിക്കൽ ഹീമോഫീലിയ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഹീമോഫീലിയ. ഹീമോഫീലിയ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടർ 9ൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന കണ്ടീഷനാണ് ഹീമോഫീലിയ ബി എന്ന് പറയുന്നത്. ഫാക്ടർ 9ൻ്റെ ഡെഫിഷ്യൻ എന്താണ് ഈ ഹീമോഫീലിയ എന്ന് പറയുന്നത്? യെസ്, കൊയാഗുലേഷൻ ഫാക്ടർ ഡെഫിഷ്യൻസിയാണ്. നമ്മൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് അല്ലേ. ബ്ലഡ് ക്ലോട്ട് ആവില്ല, ബ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവാണ്ട് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഏതൊക്കെ കൊയാഗുലേഷൻ ഫാക്ടർ 8ൻ്റെ ഡെഫിഷ്യൻസി കാരണം വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ക്ലാസിക്കൽ ഹീമോഫീലിയ ഓർ ഹീമോഫീലിയ എ. ഫാക്ടർ 9ൻ്റെ ഡെഫിഷ്യൻസി കാരണം വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ക്ലാസിക്കൽ ഹീമോഫീലിയ ബി ഓർ ഹീമോഫീലിയ ബി എന്ന് പറയാം അല്ലേ. അതേപോലെ മറ്റൊരു കണ്ടീഷനാണ് പാരാ ഹീമോഫീലിയ എന്ന് പറഞ്ഞിട്ട്. പാരാ
ഹിമോഫീലിയ എന്ന് പറയും. ഈ പാരാ ഹിമോഫീലിയ എന്ന് പറയുന്നത് ഫാക്ടർ 5ന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ് കേട്ടോ. ഫാക്ടർ 5ന്റെ പാരാ മീൻസ് ഫാക്ടർ 5ന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ് പാരാ ഹിമോഫീലിയ എന്ന് പറയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Anticoagulant for osmotic fragility test is option A oxalate, option B EDTA, option C citrate, option D heparin. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, നമ്മൾ ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി ടെസ്റ്റിന് ചെയ്യുന്ന ആൻറ്റികോയാഗുലൻ്റ് എന്ന് പറയുന്നത് ഹെപ്പാരിൻ ആണ്. ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി ടെസ്റ്റ് നമ്മൾ അധികം ചെയ്യാറുള്ളത് എന്തിനാണ്? ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസിനാണ് അല്ലേ. സ്ഫീറോസൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യാറ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റികോയാഗുലൻ്റ് എന്ന് പറയുന്നത് ഹെപ്പാരിൻ ആണ്. ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആൻറ്റികോയാഗുലൻ്റ് ആണ്. അതാദ്യം പഠിച്ചു വെക്കുക. ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആൻറ്റികോയാഗുലൻ്റ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ത്രോംബിനാണ്. നമ്മൾ ത്രോംബിൻ ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, കൊയാഗുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെക്കാനിസം. ആൻറ്റി ത്രോംബിൻ ആക്ഷനാണ്. ഹെപ്പാരിൻ ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി ടെസ്റ്റിന് അല്ലാണ്ട് നമ്മൾ ബ്ലഡ് ഗ്യാസ് അനാലിസിസിന് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് കാരിയോ ടൈപ്പിങ്ങിന് ഈ ഹെപ്പാരിനാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിനെല്ലാം നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഹെപ്പാരിൻ എന്ന് പറയുന്ന ആൻറ്റികോയാഗുലൻ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Wassermann reaction is an example of option A agglutination, next precipitation, option C എന്ന് പറയുന്ന കോംപ്ലിമെൻറ്റ് ഫിക്സേഷൻ, ഓപ്ഷൻ ഡി ഇമ്മ്യൂണോഡിഫിയേഷൻ. ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റാണ് ഈ വാസർമാൻ റിയാക്ഷൻ? എന്താണ് ഈ വാസർമാൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി ഈ വാസർമാൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ട്രിപ്പണിമല്ലേ, സിഫിലിസ് കോസ് ചെയ്യുന്ന ട്രിപ്പണിമൻ്റെ ടെസ്റ്റാണ്. ട്രിപ്പണിമാണ് ഈ സിഫിലിസ് കോസ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ടെസ്റ്റാണ് ഈ വാസർമാൻ ടെസ്റ്റ് എന്ന് പറയുന്നത്, സിഫിലിസിൻ്റെത്. സിഫിലിസിൻ്റെ ടെസ്റ്റ് 2 ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഉണ്ട്. സിഫിലിസിന് ട്രിപ്പണിമൽ ടെസ്റ്റും ഉണ്ട്, നോൺ ട്രിപ്പണിമൽ ടെസ്റ്റും ഉണ്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് ടെസ്റ്റും ഉണ്ട്, നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റും ഉണ്ട്. ഈ ക്യാൻ ടെസ്റ്റ്, വാസർമാൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ട്രിപ്പണിമൻ്റെ അല്ലെങ്കിൽ സിഫിലിസിൻ്റെ നോൺ സ്പെസിഫിക് ടെസ്റ്റാണ്. സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് അല്ല, അല്ലെങ്കിൽ നോൺ ട്രിപ്പണിമൽ ആയിട്ടുള്ള ടെസ്റ്റാണ് ഈ വാസർമാൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സിഫിലിസിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടുള്ള ഒരു നോൺ ട്രിപ്പണിമൽ ടെസ്റ്റാണ് വാസർമാൻ ടെസ്റ്റ്. അതൊരു കോംപ്ലിമെൻറ്റ് ഫിക്സേഷൻ ടെസ്റ്റാണ്. വാസർമാൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോംപ്ലിമെൻറ്റ് ഫിക്സേഷൻ ടൈപ്പ് ടെസ്റ്റാണ്. വാസർമാൻ എന്തിനു വേണ്ടിയിട്ടാണ്? സിഫിലിസിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഓഫ് സെറം. ഓപ്ഷൻ എ ഓട്ടോക്ലേവിംഗ്, ഓപ്ഷൻ ബി ബോയിലിംഗ്, ഓപ്ഷൻ സി ഫിൽട്രേഷൻ, ഓപ്ഷൻ ഡി ടെൻഡലൈസേഷൻ. നമ്മൾ കോമൺലി സെറത്തിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് ചെയ്യാറുള്ളത്. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അതിനെ അരിച്ച് കളയുക അല്ലേ. അതിൻ്റെ ഉള്ളിലുള്ള ബാക്ടീരിയസ് അല്ലെങ്കിൽ വൈറസിനെ അരിച്ച് കളയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി നമ്മൾ ഹീറ്റല്ല അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബോയിലിങ്ങിലായിക്കോട്ടെ, ടെൻഡലൈസേഷൻ ആയിക്കോട്ടെ, ഓട്ടോക്ലേവിലായിക്കോട്ടെ, എല്ലാം നമ്മൾ ഹീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഹീറ്റ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെറത്തിനെ ഫിൽട്രേഷൻ ചെയ്യുന്നത്. സെറം മാത്രമല്ല കേട്ടോ, സ്ഥിരം ചോദിക്കുന്ന മറ്റു ക്വസ്റ്റ്യനാണ് ആൻറ്റിബയോട്ടിക്, അതേപോലെ തന്നെ IV ഫ്ലൂയിഡൊക്കെ. IV ഫ്ലൂയിഡ്, ആൻറ്റിബയോട്ടിക് ഒക്കെ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? സ്റ്റെറിലൈസ് ചെയ്യാൻ ഫിൽട്രേഷൻ മെത്തേഡാണ്. സെറം, ആൻറ്റിബയോട്ടിക്, IV ഫ്ലൂയിഡ്സ് ഒക്കെ നമ്മൾ ഫിൽട്രേഷൻ മെത്തേഡിലൂടെയാണ് എന്ത് ചെയ്യാറുള്ളത്? സ്റ്റെറിലൈസ് ചെയ്യാറുള്ളത്. ഓക്കെ, അടുത്ത. ദ ഫസ്റ്റ് ബാസിലെ ടു ബി ഐസൊലേറ്റഡ് ഇൻ പ്യുവർ കൾച്ചർ. ഓപ്ഷൻ എ കൊറോണി ബാക്ടീരിയം, ഓപ്ഷൻ ബി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, ഓപ്ഷൻ സി ബാസിലസ് ആന്ത്രാസ്, ഓപ്ഷൻ ഡി ക്ലോസ്ട്രീഡിയം ടെറ്റൻ. ഫസ്റ്റ് നമ്മൾ പ്യുവർ കൾച്ചറിലേക്ക് ഐസൊലേറ്റ് ചെയ്ത ബാസിലസ് എന്ന് പറയുന്നത് ബാസിലസ് ആന്ത്രാക്സ് ആണ്. അത് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ റോബർട്ട് കോച്ചാണ് കേട്ടോ. റോബർട്ട് കോച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ഈ ഒരു ബാക്ടീരിയനെ ബാസിലസിനെ, ആന്ത്രാസ് ബാസിലസിനെ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 പോയിന്റ്. ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത് ബാസിലസ് ആന്ത്രാസിനാണ്. അത് ഐസൊലേറ്റ് ചെയ്തത് ആരാണ്? റോബർട്ട് കോച്ചാണ്. റോബർട്ട് കോച്ച്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്യാൻ കോസ് എക്സ്പ്ലോസീവ് ഹസാർഡ്? ഓപ്ഷൻ എ ഫോർമാൽഡിഹൈഡ്, ഓപ്ഷൻ ബി ഈഥൈൽ ആൽക്കഹോൾ, ഓപ്ഷൻ സി ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, ഓപ്ഷൻ ഡി ഡൈ ഈഥൈൽ ഈഥർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എക്സ്പ്ലോഷൻ കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കെമിക്കൽ ഏതാണെന്നാണ്. എക്സ്പ്ലോസീവ് ഹസാർഡ് ഏതാണെന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? യെസ്, ഡൈ ഈഥൈൽ ഈഥർ ആണ്.
ഡൈ ഈതൈൽ ഈതർ. ഡൈ ഈതൈൽ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ പിക്രിക് ആസിഡ്, ഇപ്പോൾ എക്സ്പ്ലോസീവ് വേറെ എക്സാമ്പിൾ വെച്ച് ചോദിക്കുകയാണെങ്കിൽ പിക്രിക് ആസിഡ്, ഡൈ ഈതൈൽ ഈതർ, ഇതൊക്കെ എന്താണ് എക്സ്പ്ലോഷൻ കോസ് ചെയ്യുന്ന എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കെമിക്കലാണ്. പിക്രിക് ആസിഡ്, ഡൈ ഈതൈൽ ഈതറൊക്കെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കെമിക്കലാണ്. നെക്സ്റ്റ്, ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ ടിഷ്യൂ പ്രോസസ്സിങ്. ഇപ്പോൾ ടിഷ്യൂ പ്രോസസ്സിങ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് വാക്വം എംബഡിങ് ഓവൻ ആണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഹിസ്റ്റോകൈനറ്റ് ആണ്, ഓപ്ഷൻ സി ക്രയോസ്റ്റാറ്റ് ആണ്, ഓപ്ഷൻ ഡി ഇൻക്യുബേറ്റർ ആണ്. യെസ്, നമ്മൾ ടിഷ്യൂ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പേരിൽ തന്നെ ഉണ്ട് ഹിസ്റ്റോകൈനറ്റ്. ടിഷ്യൂ മീൻസ് ഹിസ്റ്റോകൈനറ്റ് ആണ് നമ്മൾ ടിഷ്യൂ പ്രോസസ്സിങ്ങിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയും. അപ്പോൾ ക്രയോസ്റ്റാറ്റ് നമ്മൾ ഫ്രോസൺ സെക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ക്രയോസ്റ്റാറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫ്രോസൺ സെക്ഷൻസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രയോസ്റ്റാറ്റ് യൂസ്. ഇൻക്യുബേറ്റർ ആണെങ്കിൽ നമ്മൾ ബാക്ടീരിയനൊക്കെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ടേം വാക്സിൻ വാസ് കോയിൻഡ് ബൈ ഓപ്ഷൻ എ റോബർട്ട് കോച്ച്, ഓപ്ഷൻ ബി ഫ്ലെമിംഗ്, ഓപ്ഷൻ സി ലൂയിസ് പാസ്റ്റർ, ഓപ്ഷൻ ഡി ലിസ്റ്റർ. യെസ്, ഓപ്ഷൻ സി ആയിട്ടുള്ള ലൂയിസ് പാസ്റ്റർ ആണ് വാക്സിൻ എന്ന് പറഞ്ഞൊരു ടേം കോയിൻ ചെയ്ത്. വാക്സിൻ എന്ന് പറഞ്ഞൊരു ടേം കൊടുത്തത് ആരാണ്? ലൂയിസ് പാസ്റ്റർ. അതേപോലെ തന്നെ 3 വാക്സിൻസുകൾ, 3 ബാക്ടീരിയക്കെതിരെയുള്ള വാക്സിൻസുകൾ ഉണ്ടാക്കിയിരിക്കുന്നതും ആരാണ്? ലൂയിസ് പാസ്റ്റർ. അത് ഏതൊക്കെയാണെന്ന് നോക്കുക, കാർന്ന് പഠിച്ചു വെച്ചാൽ മതി. കാർന്ന് പറയുമ്പോൾ കോളറെ, ആന്ത്രാക്സ്, റാബിസ്. ഈ 3 ബാക്ടീരിയക്കെതിരെയുള്ള ഈ 3 ഓർഗാനിസത്തിനെതിരെയുള്ള വാക്സിൻസ് ഉണ്ടാക്കിയിരിക്കുന്നു. റാബിസ് വൈറസ് ആണ് ഈ 3 ബാക്ടീരിയല്ല ഓർഗാനിസത്തിനെതിരെയുള്ള വാക്സിൻ ഉണ്ടായിരിക്കുന്നതും ലൂയിസ് പാസ്റ്ററാണ്. വാക്സിൻ എന്ന് പറഞ്ഞ ടേം ഫസ്റ്റ് കോയിൻ യൂസ് ചെയ്തതും, അതേപോലെ കോളറയ്ക്കെതിരെയും ആന്ത്രാക്സിനെതിരെയും റാബിസിനെതിരെയും ഉള്ള വാക്സിന് ഫസ്റ്റ് ഡിസ്കവർ ചെയ്തതും ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ് കേട്ടോ, ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മലേറിയൽ പാരസൈറ്റ് ക്യാൻ ബി കൾച്ചർഡ് ഇൻ ഓപ്ഷൻ എ ബ്ലഡ് അഗാർ, ഓപ്ഷൻ ബി ഹീല സെൽ കൾച്ചർ, ഓപ്ഷൻ സി NNN മീഡിയം, ഓപ്ഷൻ ഡി RPMI 1640. നമ്മൾ മലേറിയൽ പാരസൈറ്റിനെ കൾച്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീഡിയമാണ് ഈ RPMI മീഡിയം എന്ന് പറയുന്നത്. ഏത് മീഡിയമാണ്? RPMI മീഡിയം എന്ന് പറയുന്നത്. RPMI മീഡിയം എന്ന് പറയുന്നത് മലേറിയൻ്റെ കൾച്ചറിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഈ RPMIൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, റോസ്വാൾ പാർക്ക് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മീഡിയം എന്നാണ് കേട്ടോ. റോസ്വാൾ ചിലപ്പോൾ അത് ചോദിക്കാം. പാർക്ക് മെമ്മോറിയൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു മീഡിയം കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് പാർക്ക് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മീഡിയം. റോസ്വാൾ പാർക്ക് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മീഡിയ ആണ്. ഈ ഒരു മീഡിയ ആണ് നമ്മൾ മലേറിയൻ്റെ കൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതും മലേറിയൻ്റെ ഫാൽസിപ്പാരത്തിനാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യാറ്. ഫാൽസിപ്പാരത്തിൻ്റെ കൾച്ചറിന് വേണ്ടിയിട്ടാണ് ഈ RPMI 1640 എന്ന് പറയുന്ന ഈ ഒരു മീഡിയ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത്. ലാർജസ്റ്റ് പ്രോട്ടോസോവൻ പാരസൈറ്റ് ഓഫ് ഹ്യൂമൻ ഈസ് ഓപ്ഷൻ എ പ്ലാസ്മോഡിയം വൈവാക്സ്, ഓപ്ഷൻ ബി എൻറ്റമീബ കോളെ, ഓപ്ഷൻ സി ബാലാന്റിഡിയം കോളെ, ഓപ്ഷൻ ഡി ട്രൈക്കോമോണസ് വെജൈനാലിസ്. ഏറ്റവും ലാർജസ്റ്റ് പ്രോട്ടോസോവൻ പാരസൈറ്റ്, അത് ശ്രദ്ധിക്കണേ. നമുക്കറിയാം, നമുക്ക് പാരസൈറ്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? പ്രോട്ടോസോവ, അതേപോലെ തന്നെ ഹെൽമിന്ത് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ഹെൽമിന്ത് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത്. പ്രോട്ടോസോവനെ തന്നെ വീണ്ടും നമ്മൾ അമീബ, ഫ്ലജല്ലേറ്റ്സ്, അതേപോലെ സീലിയേറ്റ്, സ്പോറോസോവ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹെൽമിന്തിനാണെങ്കിൽ നമ്മൾ നെമറ്റോഡ്, സെസ്റ്റോഡ്, ട്രമറ്റോഡ് എന്ന് പറഞ്ഞ് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് കോമൺ ക്ലാസിഫിക്കേഷൻ. പാരസൈറ്റിനെ നമ്മൾ പ്രോട്ടോസോവ ആൻഡ് ഹെൽമിന്ത് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രോട്ടോസോവനെ വീണ്ടും അമീബ, ഫ്ലെജല്ലേറ്റ്, സീലിയേറ്റ്, സ്പോറോസോവ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹെൽമിന്തിനെ വീണ്ടും നമ്മൾ നെമറ്റോഡ്, സെസ്റ്റോഡ്, ട്രമറ്റോഡ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഏതാണ്? ലാർജസ്റ്റ് പ്രോട്ടോസോവൻ ആണ്. അപ്പോൾ ഹെൽമിന്ത് അതിൽ പെടില്ല. അപ്പോൾ ലാർജസ്റ്റ് പ്രോട്ടോസോവൻ എന്ന് പറയുന്നത് നമ്മളെ ബാലാന്റിഡിയം കൊളയാണ്. ബാലാന്റിഡിയം കൊള എന്ന് പറയുന്നത് ഇതിൽ സീലിയേറ്റ്സിൽ വരുന്നതാണ് കേട്ടോ. ആകെ ഒരു സീലിയേറ്റ്സേ ഉള്ളൂ, അത് ബാലാന്റിഡിയം കൊളയാണ്. അതും പഠിച്ചു വെക്കുക.
ഓൺലി വൺ സീലിയേറ്റ്സേ ഉള്ളൂ, അത് ബലാൻഡിഡിയം കോളയാണ്. അതേപോലെ തന്നെ സീലിയ പ്രസൻ്റ് ആയിരിക്കുന്ന ഒറ്റ സീലിയേറ്റ്സ് ഉള്ളൂ, ബലാൻഡിഡിയം കോളയാണ്. അത് ലാർജസ്റ്റ് പ്രോട്ടോസോവൻ, ഹ്യൂമണിൽ ലാർജസ്റ്റ് എന്താണ് പ്രോട്ടോസോവനുമാണ്. ഇനി അതല്ല, ഇനിയിപ്പോൾ ലാർജസ്റ്റ് നെമറ്റോഡാണ് ചോദിക്കുന്നത്. നെമറ്റോഡാണ് ചോദിക്കുന്നെങ്കിൽ ദാറ്റ് ഈസ് അസ്കാരിസ്. ആസ്കാരിസ് ആണ് ലാർജസ്റ്റ് നെമറ്റോഡായിട്ട് വരുന്നത്. അതേപോലെ ലാർജസ്റ്റ് ട്രമറ്റോഡാണ് ചോദിക്കുന്നതെങ്കിൽ ട്രമറ്റോഡ്. നെമറ്റോഡ് എന്ന് പറഞ്ഞാൽ റൗണ്ട് വേമാണ്, വേംസ് ആയിരിക്കും, റൗണ്ട് വേംസ് ആണ്. ട്രമറ്റോഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൂക്കുകൾ, ലാർജസ്റ്റ് ഫ്ലൂക്കാണ് ചോദിച്ചെങ്കിൽ ദാറ്റ് ഈസ് ഫാഷ്യോളോപ്സിസ് ബുസ്കി ആണ്. ഫാഷ്യോളോപ്സിസ് ബുസ്കിയാണ് ഇൻഡസ്റ്റൈനൽ നെമറ്റോഡ്. ലാർജസ്റ്റ് ഇൻഡസ്റ്റൈനൽ നെമറ്റോഡാണ് ഫാഷ്യോളോപ്സിസ് ബുസ്കി എന്ന് പറയും. ഇനി ലാർജസ്റ്റ് സെസ്റ്റോഡാണ് ചോദിച്ചെങ്കിൽ ദാറ്റ് ഈസ് ടീനിയ സാജിനേറ്റ്. ഓക്കെ, ലാർജസ്റ്റ് പ്രോട്ടോസോവൻ ബലാൻഡിഡിയം കോളെ, ലാർജസ്റ്റ് നെമറ്റോഡ് അസ്കാരിസ്, ലാർജസ്റ്റ് ട്രമറ്റോഡ് ഫാഷ്യോളോപ്സിസ് ബുസ്കി, ലാർജസ്റ്റ് സെസ്റ്റോഡ് എന്ന് പറഞ്ഞാൽ ടേപ്പ് വേം. ലാർജസ്റ്റ് ടേപ്പ് വേം എന്ന് ചോദിച്ചാലും നമുക്ക് ടീനിയ സാജിനേറ്റ് പറയാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മോട്ടൈൽ ട്രോഫോസോയിറ്റ് ഓഫ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ഈസ് ഡിറ്റക്റ്റഡ് ബൈ ഓപ്ഷൻ എ ഫ്ലോട്ടേഷൻ മെത്തേഡ്, ഓപ്ഷൻ ബി സെഡിമെൻറ്റേഷൻ മെത്തേഡ്, ഓപ്ഷൻ സി അയഡിൻ മൗണ്ട്, ഓപ്ഷൻ ഡി സലൈൻ വെറ്റ് മൗണ്ട്. അതായത് ക്വസ്റ്റ്യൻ എന്താണ്, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കിൻ്റെ മോട്ടൈൽ ട്രോഫോസോയിറ്റ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് നമ്മൾ സലൈൻ മൗണ്ട് ആണ് ചെയ്യാറുള്ളത്. കാരണം നമുക്ക് അവിടെ മോട്ടിലിറ്റിയും കൂടി അറിയണം അല്ലേ. ട്രോഫോസോയിറ്റ് ആണ്, എൻഡമീബ ഹിസ്റ്റോളിക്കിൻ്റെ ട്രോഫോസോയിറ്റിൻ്റെ മോട്ടിലിയും കൂടി നമ്മളവിടെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. സോ അതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സലൈൻ മൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് ലൂഗോൾസ് അയഡിൻ മൗണ്ട്, അതുപോലെ ഏതെങ്കിലും സ്റ്റെയിൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. ട്രൈക്കോം സ്റ്റെയിനിങ് ഒക്കെ ചെയ്താലും നമുക്ക് അവിടെ മോട്ടിലിറ്റി ഡിറ്റക്റ്റ് ആവുന്നില്ല. അതല്ലെങ്കിൽ നമുക്ക് ഫോർമോൾ ഈതർ സെഡിമെൻറ്റേഷൻ മെത്തേഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, കോൺസെൻട്രേഷൻ മെത്തേഡൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവിടെ എന്താ മോട്ടിലിറ്റി ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ മോട്ടൈൽ ട്രോഫോസോയിറ്റ്, എൻഡമീബ മോട്ടൈൽ ട്രോഫോസോയിറ്റ് ഡിറ്റക്ട് ചെയ്യാൻ സലൈൻ മൗണ്ട്, ഒരു ഡ്രോപ്പ് സലൈനിലേക്ക് നമ്മൾ ഈ ഒരു ഇത് മിക്സ് ചെയ്തിട്ട് നോക്കുകയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Diagnostic form of strongyloid circularis seen in feces is option A decorticated egg, option B unfertilized egg, option C egg with 4 blastomere, option D larvae. നമ്മൾ സ്ട്രോങ്കൈലോയിഡ് സ്റ്റെർക്കോലാരിസിൻ്റെ ഫീസസിൽ കാണുന്ന ഡയഗ്നോസ്റ്റിക് ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലാർവെ. കോമൺ ആയിട്ട് ലാർവയാണ് നമ്മൾ സ്ട്രോങ്കൈലോയിഡ് സ്റ്റെർക്കോലാരിസിൻ്റെ കേസിൽ കാണുന്നത്. ലാർവ എന്ന് പറയുമ്പോൾ നമുക്കതിൽ റാബ്ഡിഫോം ലാർവയാണ് കോമൺ ആയിട്ട് കാണുക. ഇനി സിവിയർ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഫിലാരിഫോം ലാർവ കാണും. ഇതിൻ്റെ എഗ്ഗ് ഫീസസിൽ കാണുന്നത് റെയർ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സ്ട്രോങ്കൈലോയിഡ് സ്റ്റെർക്കോലാരിസിൻ്റെ കേസിൽ കോമൺലി നമ്മൾ ഫീസസിൽ കാണുന്നത് ലാർവ ആയിരിക്കും, അതും റാബിഡിഫോം ലാർവ ആയിരിക്കും. സിവിയർ കണ്ടീഷൻസിൽ ഫിലാരിഫോം ലാർവ കാണും. എഗ്ഗ് റെയർ ആയിട്ടാണ് സ്ട്രോങ്കൈലോയിഡ് സ്റ്റെർക്കോലാരിസിൻ്റെ കേസിൽ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓട്ടോ ഇൻഫെക്ഷൻ ഒക്കർ വിത്ത് ഓപ്ഷൻ എ ഹുക്ക് വേം, ഓപ്ഷൻ ബി വിപ്പ് വേം, ഓപ്ഷൻ സി പിൻ വേം, ഓപ്ഷൻ ഡി റൗണ്ട് വേം. കറക്റ്റ് ആൻസർ ഏതാ? ഓട്ടോ ഇൻഫെക്ഷൻ. സെൽഫായിട്ട് ആ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. സോ ഇവിടെ നമുക്ക് ഓട്ടോ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് പിൻ വേം ആണ്. പിൻ വേം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാർജ് ഇൻറ്റസ്റ്റൈനൽ റൗണ്ട് വേം ആണല്ലേ. നമുക്ക് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ് അതിൻ്റെ ഹാബിറ്റായിട്ട് വരുന്നത്. സോ ഇത് നമ്മൾ പെരിഎയ്നൽ റീജിയനിലായിരിക്കും മെയിൻലി വരുന്നത്. എയ്നസ് ആ ഒരു റീജിയൻസിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു എയ്നൽ റീജിയൻസിൽ ഇതിൻ്റെ എഗ്ഗിനെ ഹാച്ച് ചെയ്തിട്ട് തിരിച്ച് നമ്മളെ എയ്നസിലേക്ക് തന്നെ ഇവർ പോകും. പോയിട്ട്
നമുക്ക് വീണ്ടും സെൽഫ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. അതാണ് നമ്മൾ പെരിഏനൽ റീജിയനിലേക്ക് അതിൻ്റെ എഗ്ഗ് വന്നിട്ട് അവിടുന്ന് ആ എഗ്ഗ് പൊട്ടിയിട്ട് വീണ്ടും തിരിച്ച് ഏനസിൽ പോയിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. ഇതിനെ നമ്മൾ വേണമെങ്കിൽ റെട്രോ ഇൻഫെക്ഷൻ എന്നും പറയാം കേട്ടോ. ത്രൂ റെക്റ്റം വഴിയാണ്. സോ അതുകൊണ്ട് റെക്ടോ ഇൻഫെക്ഷൻ എന്നും പറയാം. അപ്പോൾ റെക്ടോ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഓട്ടോ ഇൻഫെക്ഷനൊക്കെ ഈ പിൻ വേം ഈ ഓട്ടോ ഇൻഫെക്ഷനോ റെട്രോ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. പിൻ വേം എന്ന് പറഞ്ഞാൽ ഏതാണ്? യെസ്, എൻഡ്രോബിയസ് വെർമിക്കുലാരിസ് ആണ് പിൻ വേം എന്ന് പറയുന്നത് അല്ലേ. കോമൺ ആയിട്ട് നമ്മൾ എൻഡ്രോബിയസ് വെർമിക്കുലാരിസിനെയാണ് പിൻ വേം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഫെക്ഷൻ വിത്ത് ഹുക്ക് വേം ലീഡ്സ് ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഓപ്ഷൻ എ അയൺ, ഓപ്ഷൻ ബി വൈറ്റമിൻ B12, ഓപ്ഷൻ സി ഫോളിക് ആസിഡ്, ഓപ്ഷൻ ഡി വൈറ്റമിൻ എ. നമ്മൾ ഹുക്ക് വേം, അതായത് ആംഗലോസ്റ്റോമ ഡിയോഡിൻ, ഓൾഡ് വേൾഡ് ഹുക്ക് വേം ആണെങ്കിൽ ആംഗലോസ്റ്റോമ ഡിയോഡിൻ അല്ലേ. ന്യൂ വേൾഡ് ഹുക്ക് വേം ആണെങ്കിൽ നെക്ടർ അമേരിക്കൻസ്. ഇവർ നമ്മളുടെ ഇൻഡസ്റ്റൈനിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവർ നമ്മളുടെ ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളുടെ ബ്ലഡ് വലിച്ചെടുക്കും. അതായത് അവിടെ സക്ക് ചെയ്ത് നമ്മൾ ബ്ലഡ് വലിച്ചെടുക്കും. ഇനി അവരത് വിട്ട് കഴിഞ്ഞാലും ആ ഒരു ഏരിയയിൽ നിന്ന് ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുക, നമുക്ക് ബ്ലഡ് ലോസ് ഉണ്ടാവും. ഇവർ വലിച്ചെടുത്ത ആ ഒരു ഏരിയയിൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് നമുക്ക് ഈ അയേണിൻ്റെ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് ബ്ലഡ് ലോസ് സംഭവിച്ചിട്ട് അയേണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ ഈ ഹുക്ക് വേം ഫീഡ് ചെയ്ത ഏരിയയിൽ നിന്ന് ക്രോണിക് ആയിട്ട് ബ്ലഡ് ലോസ് നടക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ന്യൂട്രീഷൻ അല്ല മാൽ അബ്സോർപ്ഷൻ ഒക്കെ ഉണ്ടാവും. അവിടെ ആ ഒരു ഏരിയ മൊത്തത്തിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫീഡ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ അബ്സോർപ്ഷൻ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അയേണിൻ്റെ ഡെഫിഷ്യൻസി ആണ് കോമൺലി ഉണ്ടാവുന്നത് കേട്ടോ. ക്രോണിക് ആയിട്ട് ബ്ലഡ് ലോസ് ഉണ്ടാവും ഈ ഹുക്ക് വേം ഇൻഫെക്ഷൻ്റെ ഫീഡിങ് കാരണം. ഓക്കെ, ഹുക്ക് വേം ഫീഡ് ചെയ്തത് കാരണം. ഇനി അടുത്തത് ലോവ ഈസ് ദ കോമൺലി നോൺ ആസ് ഓപ്ഷൻ എ ഗുനിയ വേം, ഓപ്ഷൻ ബി ഐ വേം, ഓപ്ഷൻ സി റൗണ്ട് വേം, ഓപ്ഷൻ ഡി ടേപ്പ് വേം. ലോവ എന്ന് പറയുന്നത് അതൊരു ഐ വേം ആണ്, അല്ലെങ്കിൽ കോമൺലി ആഫ്രിക്കൻ ഐ വേം എന്ന് പറയുന്നത് നമ്മളെ ലോയാണ് കേട്ടോ. ഒരു മിനിറ്റ്. യെസ്, ലോവ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐ വേം ആണ്. നമ്മൾ ആഫ്രിക്കൻ ഐ വേം എന്ന് പറയും. ആഫ്രിക്കൻ ഐ വേം ഇതൊരു ഫൈലേറിയൽ വേം ആണ് കേട്ടോ. ഫൈലേറിയൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇപ്പോൾ വിച്ചുലേറിയ, ബാങ്ക്രോഫ്റ്റി, ബ്രൂഗിയ, മലയൊക്കെ നമ്മൾ പറയും പോലെ ഒരു ഫൈലേറിയാണ് ഈ ലോവ എന്ന് പറയുന്നത്. ഈ ഐ വേം ലോവ കോസ് ചെയ്യുന്ന കണ്ടീഷനാണ് കലാബർ സ്വെല്ലിംഗ് എന്ന് പറയുന്നത്. കലാബർ സ്വെല്ലിംഗ് എന്ന് പറയുന്നത് ലോവ കോസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് മറ്റൊരാളേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീർ ഫ്ലൈ അല്ലെങ്കിൽ ക്രൈസോപ്സ് ആണ് ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വെക്ടറായിട്ട് കോമൺ ചോദിക്കാം, ലോവൻ്റെ വെക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്രൈസോപ്സ് ആണ് ഇതിൻ്റെ വെക്ടറായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഡീർ ഫ്ലൈ എന്ന് പഠിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, സോ ലോവയാണ് നമ്മൾ ഐ വേം എന്ന് പറയുന്നത്. അടുത്തത് സ്വാമിംഗ് ഗ്രോത്ത് ഓൺ അഗാർ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഓപ്ഷൻ എ പ്രോട്ടിയസ്, ഓപ്ഷൻ ബി ക്ലബ്സിയല്ല, ഓപ്ഷൻ ഡി സ്യൂഡോമോണാസ്, ഓപ്ഷൻ സി വിബ്രിയം. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതല്ലേ സ്വാമിംഗ് ഗ്രോത്ത്. ഒരു കൾച്ചർ മീഡിയയിൽ നമ്മൾ ഈ ഒരു ബാക്ടീരിയ ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത ടൈപ്പ് സ്വാമിംഗ് ഗ്രോത്ത് ഉണ്ടാക്കുന്നത് പ്രോട്ടിയസ് ആണ് സ്വാമിംഗ് ഗ്രോത്ത്. പ്രോട്ടീസിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്വാമിംഗ് ഗ്രോത്ത് എന്ന്. സോ അത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ പല സെലക്റ്റീവ് മീഡിയാസും നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല സെലക്റ്റീവ് മീഡിയാസും യൂസ് ചെയ്യാറുണ്ട്. ഓർത്ത് വെക്കുക, സ്വാമിംഗ് ഗ്രോത്ത് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പ്രോട്ടിയസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് സ്വാമിംഗ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെറിബ്രൽ മലേറിയ caused by option A Plasmodium vivax, option B Plasmodium falciparum, option C Plasmodium ovale, option D Plasmodium malariae. നമ്മൾ പല ക്വസ്റ്റ്യൻസിലും ഇത് ഡിസ്കസ് ചെയ്താണ്. സെറിബ്രൽ മലേറിയ കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരാണ്. ഏറ്റവും നമ്മൾ പ്ലാസ്മോഡിയം ആണ് മലേറിയ കോസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും നമുക്ക് കുറച്ച് സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം കോസ് ചെയ്യുന്ന മലേറിയ. സോ അത് നമ്മളുടെ ബ്രെയിനിൻ്റെ ബ്ലഡ് വെസൽസിലെ RBCനെ ഇൻഫെക്റ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് സെറിബ്രൽ മലേറിയ. ബ്രെയിനിൻ്റെ ബ്ലഡ് വെസൽസിലുള്ള RBCനെ ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെറിബ്രൽ മലേറിയ എന്ന് പറയും. അതേപോലെ ഫാൽസിപ്പാരം കോസ് ചെയ്യുന്ന മറ്റൊരു കണ്ടീഷനാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ. അല്ലെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളതാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് പറയുന്ന കണ്ടീഷൻ. അതൊക്കെ എന്തിൻ്റെ കോംപ്ലിക്കേഷനാണ്? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരൻ്റെ കോംപ്ലിക്കേഷനാണ്.
ഓക്കെ, സെറിബ്രൽ മലേറിയ, ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രസൻസ് ഓഫ് ഇൻജസ്റ്റഡ് RBC ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഓപ്ഷൻ എ എൻഡമീബ കോളൈ, ഓപ്ഷൻ ഡി എൻഡമീബ ഡൈ എൻഡമീബ ഫ്രജിലിസ്, ഓപ്ഷൻ സി എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, ഓപ്ഷൻ ഡി ജിയാർഡിയ ലാംബ്ലിയ. ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ? ഇൻജസ്റ്റഡ് RBC ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കൻ്റെ ട്രോഫോസോയേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? RBCനെ ഇൻജസ്റ്റ് ചെയ്യുന്നത്. ഈ എൻഡമീബ ഹിസ്റ്റോളിക്കിൻ്റെ ട്രോഫോസോയിറ്റ് നമ്മളുടെ ഇൻറ്റസ്റ്റൈനിലായിരിക്കും ഉണ്ടാവുക. അത് ബ്ലഡിലേക്ക് ഇൻവേഡ് ചെയ്തിട്ട് അവിടെയുള്ള RBCനെ ഇൻജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, കാരണം ഈ എൻഡമീബ കോളൈ, എൻഡമീബ ഡിസ്പർ ഇതിനൊന്നും എന്തില്ല, ഈ ഇൻജസ്റ്റഡ് RBC എന്നുള്ള ഒരു ഫീച്ചർ ഇല്ല. നമുക്ക് അവിടെ അങ്ങനെ അതിൻ്റെ ട്രോഫോസൈറ്റ് അതിനെ ഇൻജസ്റ്റ് ചെയ്യുന്നില്ല. സോ ഒരു RBCനെ ഇൻജസ്റ്റ് ചെയ്യുക എന്നുള്ളത് നല്ല എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അതിൻ്റെ ട്രോഫോസോയിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? RBCനെ ഇൻജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. ലാർജസ്റ്റ് ഇൻറ്റസ്റ്റൈനൽ നെമറ്റോഡ് ഇൻഫെക്റ്റിംഗ് ഹ്യൂമൻ, ഓപ്ഷൻ എ നെക്ടർ അമേരിക്കൻസ്, ഓപ്ഷൻ ബി ട്രിച്ചൂറിസ് ട്രിച്ചൂറ, ഓപ്ഷൻ സി എൻഡ്രോബിയസ് വെർമിക്കുലാരിസ്, ഓപ്ഷൻ ഡി അസ്കാരിസ് ലുംബ്രിക്കോ. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി മുന്നേ ഒരു ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനിൽ പറഞ്ഞു അല്ലേ? ലാർജ് ഇൻറ്റസ്റ്റൈനൽ നെമറ്റോഡ് ഏതായിരുന്നു? അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ആണ്. നമ്മൾ ലാർജസ്റ്റ് പ്രോട്ടോസോ ഏതായിരുന്നു പറഞ്ഞത്? ബാലാൻറ്റിഡിയം കൊളയാണ് പറഞ്ഞത്. ലാർജ് ഇൻറ്റസ്റ്റൈനൽ നെമറ്റോഡ് എന്ന് പറയുന്നത് ആരാണ്? യെസ്, അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ആണ് ലാർജ് ഇൻറ്റസ്റ്റൈനൽ നെമറ്റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റഫൈലോകോക്കൽ റെസിസ്റ്റൻറ്റ് ടു ദ പെൻസിലിൻ ഈസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ്, ഓപ്ഷൻ എ ബീറ്റ ലാക്ടമേസ്, ഓപ്ഷൻ ബി കൊയാഗുലേസ്, ഓപ്ഷൻ സി ഹൈലുറോണിഡേസ്, ഓപ്ഷൻ ഡി ഓക്സിഡേസ്. നമ്മളെ ചില സ്റ്റഫൈലോകോക്കൽ ബാക്ടീരിയാസ് നമ്മൾ പെൻസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻസ് കാണിക്കും. അതായത് പെൻസിലിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റഫൈലോകോക്ക് കില്ലാവില്ല. അത് എന്ത് കാരണമാണെന്ന് ചോദിച്ചാൽ ഈ സ്റ്റഫൈലോകോക്കസ് ഈ ബീറ്റ ലാക്ടമേസ് എന്ന് പറയുന്ന ഒരു എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ എൻസൈം ബീറ്റ ലാക്ടമേസ് എൻസൈം എന്ത് ചെയ്യും? നമ്മൾ പെൻസിലിനിൽ ഒരു ബീറ്റ ലാക്ടം റിങ് ഉണ്ട്. പെൻസിലിൻ്റെ ബീറ്റ ലാക്ടം എന്ന് പറയുന്ന റിങ്ങിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. സോ അങ്ങനെ ആ പെൻസിലിൻ പിന്നെ എഫക്റ്റീവ് ആവില്ല. എന്തുകൊണ്ട്? ഈ പെൻസിലിൻ കൊടുത്തു കഴിഞ്ഞാൽ ചില സ്റ്റാഫോറിയസ് എന്താവില്ല? കില്ലാവില്ല. അതായത് അതിന് റെസിസ്റ്റൻസ് കാണിക്കും. കാരണം ഈ സ്റ്റാഫോറിയസ് ബീറ്റ ലാക്ടമേസ് എന്ന് പറയുന്ന എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ബീറ്റ ലാക്ടമേസ് എന്ന് പറയുന്ന എൻസൈം ബീറ്റ ലാക്ടം റിങ്ങിന് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നത്. സോ പെൻസിലിൻ റെസിസ്റ്റൻസ് കാണിക്കാനുള്ള കാരണം എന്താണ്? അത് ബീറ്റ ലാക്ടമേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻറ്റിജൻ യൂസ്ഡ് ഇൻ വീൽ ഫെലിക്സ് റിയാക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം, ഓപ്ഷൻ എ സ്യൂഡോമോണാസ്, ഓപ്ഷൻ ബി ഈക്കോളെ, ഓപ്ഷൻ സി പ്രോട്ടിയസ്, ഓപ്ഷൻ ഡി ഷിജല. ഈ വീൽ ഫെലിക്സ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? റിക്കറ്റ്സിയൽ ഫീവറിന് വേണ്ടിയിട്ടാണ് അല്ലേ? റിക്കറ്റ്സിയൽ ഫീവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീൽ ഫെലിക്സ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഈ വീൽ ഫെലിക്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റിജൻ നമ്മൾ പ്രോട്ടിയസ് എന്നാണ് എടുക്കുന്നത്. പ്രോട്ടിയസിൻ്റെ ആൻറ്റിജൻ എടുത്തിട്ടാണ് നമ്മൾ വീൽ ഫെലിക്സ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രോട്ടിയസ് എന്ന് 3 ആൻറ്റിജൻസ് ആണ് എടുക്കുന്നത്. പ്രോട്ടിയസ് വൾഗാരിസ് എന്ന് OX2 ആൻഡ് OX19 എന്ന് പറഞ്ഞ ആൻറ്റിജനും പ്രോട്ടിയസ് മിറാബിലിസ് എന്ന് OXK എന്ന് പറയുന്ന ആൻറ്റിജൻ. പ്രോട്ടിയസ് വൾഗാരിസ് എന്ന് OX2 OX19 എന്ന് പറഞ്ഞ ആൻറ്റിജനും മിറാബിലിസ് എന്ന് OXK എന്ന് പറയുന്ന ആൻറ്റിജനുമാണ് നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൽബർട്ട് സ്റ്റെയിൻ ഈസ് യൂസ്ഡ് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ്, ഓപ്ഷൻ എ ഫ്ലജല്ല, ഓപ്ഷൻ ബി വോളിറ്റൈൻ ഗ്രാനുൾ, ഓപ്ഷൻ സി ക്യാപ്സ്യൂൾ, ഓപ്ഷൻ ഡി ഫിംബ്രി. ആൽബർട്ട് സ്റ്റെയിൻ നമ്മൾ ചെയ്യാറുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, വോളിറ്റൈൻ ഗ്രാനുൾസിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. വോളിറ്റൈൻ ഗ്രാനുൾസ് എന്ന് പറയുന്നത് ഏത് ബാക്ടീരിയയിലാണ് പ്രസൻ്റ് ആയിരുന്നത്? യെസ്, കൊറിനി ബാക്ടീരിയ. ഡിഫ്തീരിയൻ്റെ കേസിലാണ്
ഈ വോളിറ്റിൻ ഗ്രാനൂൾസ് പ്രസൻ്റ് ആയിരിക്കുന്നത് അല്ലേ. വോളിറ്റിൻ ഗ്രാനൂൾസിനെ നമ്മൾ ബേബ്സ്, ഏണസ്റ്റ് ഗ്രാനൂൾസ്, അതേപോലെ തന്നെ മെറ്റാക്രോമാറ്റിക് ഗ്രാനൂൾസ് എന്നൊക്കെ പറയാറുണ്ട്. മെറ്റാക്രോമാറ്റിക് ഗ്രാനൂൾസ് എന്നൊക്കെ പറയുന്നത് വോൾട്ടൈൻ ഗ്രാനൂൾസിന്. അതിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൽബർട്ട് സ്റ്റെയിന്, അതുപോലെ നീസർ സ്റ്റെയിന്, പോണ്ടർ സ്റ്റെയിൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൽബർട്ട് സ്റ്റെയിന്, നീസർ സ്റ്റെയിന്, പോണ്ടർ സ്റ്റെയിനൊക്കെ നമ്മൾ വോളിറ്റിൻ ഗ്രാനൂൾസിനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വോളിറ്റിൻ ഗ്രാനൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. വോളിറ്റിൻ ഗ്രാനൂൾസിനെ ബേബ്സ്, ഏണസ്റ്റ് ഗ്രാനൂൾ, മെറ്റാക്രോമാറ്റിക് ഗ്രാനൂൾസ്, പോളാർ ബോഡീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോട്ട്സ്മാൻ appearance of colony is produced by option A staphylococcus, option B meningococcus, option C gonococcus, option D pneumococcus. Yes, correct answer ഡ്രോട്ട്മാൻ അപ്പിയറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ന്യൂമോകോക്കസ് ആണ്, അല്ലെങ്കിൽ ന്യൂമോകോക്കെ. കാരണം ഈ ഡ്രോട്ട്മാൻ അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ന്യൂമോകോക്കനെ കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ട് കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്യാരം കോയിൻ അപ്പിയറൻസ്, ഡ്രോട്ട്മാൻ അപ്പിയറൻസിനെ നമ്മൾ ക്യാരം കോയിൻ അപ്പിയറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഉള്ളിൽ അതിൻ്റെ കോളനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ളിൽ അതിൻ്റെ സെൻറ്റർ പോർഷനും ഉള്ളിലേക്ക് ഇൻവേഡായിട്ടും ഈ ഒരു ബോർഡർ പോർഷന് ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണും. ഒരു ക്യാരം കോയിൻ്റെ അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. ഉള്ളോട്ട് കുഴിഞ്ഞിട്ടും ബോർഡർ ബൾജ് ചെയ്ത രീതിയിലായിട്ട് ആ ഒരു അപ്പിയറൻസിനാണ് നമ്മൾ ഡ്രോട്ട്മാൻ അപ്പിയറൻസ് അല്ലെങ്കിൽ ക്യാരം കോയിൻ അപ്പിയറൻസ് എന്ന് പറയും. അപ്പോൾ ന്യൂമോകോക്കിനെ പ്രൊലോങ്ഡ് ആയിട്ട് ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാരം കോയിൻ അപ്പിയറൻസ് അല്ലെങ്കിൽ ഡ്രോട്ട്മാൻ അപ്പിയറൻസ് കിട്ടും. അടുത്തത് മിൽക്ക് റിംഗ് ടെസ്റ്റ്. മിൽക്ക് റിംഗ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് milk ring test is used for the diagnosis of option A botulism, option B brucellosis, option C bovine tuberculosis, option D plague. ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, മിൽക്ക് റിംഗ് ടെസ്റ്റ് ചെയ്യുന്നത് ബ്രുസെല്ലോസിസിനാണ് അല്ലേ. ബ്രുസെല്ലോസിസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിൽക്ക് റിംഗ് ടെസ്റ്റ് ചെയ്യാറുള്ളത്. ഈ മിൽക്ക് റിംഗ് ടെസ്റ്റിൽ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? യെസ്, ആൻറ്റി ബ്രുസെല്ല ആൻറ്റിബോഡിയാണ് നമ്മളവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. ബ്രുസെല്ലയ്ക്കെതിരെ ബ്രുസെല്ല ആൻറ്റിബോഡിയാണ് നമ്മളവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. സോ അത് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിജൻസ് ആഡ് ചെയ്ത് കൊടുക്കും. ആൻറ്റിജൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബ്രുസെല്ല അബോട്ടസിൻ്റെ ആൻറ്റിജൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ബ്ലൂ കളർ തരികയാണെങ്കിൽ നമുക്ക് പറയാം മിൽക്ക് റിംഗ് ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന്. ബ്രുസെല്ലോസിസിനാണ് നമ്മൾ മിൽക്ക് റിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്. ആൻറ്റി ബ്രുസെല്ല ആൻറ്റിബോഡിയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ആൻറ്റിബോഡി ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആൻറ്റിജൻ ആഡ് ചെയ്ത് കൊടുക്കണം. കിൽഡ് ആയിട്ടുള്ള ആൻറ്റിജൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ബ്ലൂ കളർ കിട്ടുകയാണെങ്കിൽ നമുക്കതിനെന്ത് പറയാം? യെസ്, ബ്രുസെല്ലോസിസ് പോസിറ്റീവ് ആണെങ്കിൽ ബ്രുസെല്ല പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ക്ലബ് ലോഫർ ബാസില്ല ഈസ് ഓപ്ഷൻ എ Corynebacterium diphtheria, option B Klebsiella, option C Salmonella typhi, option D E. coli. ക്ലബ് ലോഫ്ലർ ബാസിലെ എന്ന് പറയുന്നത് കൊറിനിബാക്ടീരിയം ഡിഫ്തീരിയനെയാണ് ക്ലബ് ലോഫ്ലർ ബാസിലെ എന്ന് പറയുന്നത്. കാരണം അതൊരു സയൻറ്റിസ്റ്റ് ആണ് കേട്ടോ, 2 സയൻറ്റിസ്റ്റ് ആണ്. അതിൻ്റെ പേര് വെച്ചിട്ടാണ് ഇതിന് ക്ലബ് ലോഫ്ലർ ബാസിലെ എന്ന് പേര് വന്നത്. സോ ഇതിൻ്റെ അപ്പിയറൻസ് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടതാണ്. ചൈനീസ് ലെറ്റർ പാറ്റേൺ, നമ്മൾ വേറെ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അതിന് വോളിറ്റിൻ ഗ്രാനൂൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ഇതിൻ്റെ അപ്പിയറൻസ് ചൈനീസ് ലെറ്റർ പാറ്റേൺ അപ്പിയറൻസ് എന്നോ അല്ലെങ്കിൽ ക്ലബ് ഷേപ്ഡ് എന്നോ പാൽസേഡ് അറേഞ്ച്മെൻറ്റ്, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ്. ഒന്ന്, അതിന് വോളിറ്റിൻ ഗ്രാനൂൾസ് ഉണ്ട് എന്നുള്ളത്, പിന്നെ ചൈനീസ് ലെറ്റർ പാറ്റേൺ അപ്പിയറൻസ് തരും എന്നുള്ളത്, അല്ലെങ്കിൽ പാൽസേഡ് അറേഞ്ച്മെൻറ്റ്, അല്ലെങ്കിൽ ക്ലബ് ഷേപ്പ് എന്നുള്ള ഈ ഒരു കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുകൊണ്ടാണ്. ക്ലബ് ലോഫ്ലർ ബാസിലെ വോളിറ്റിൻ ഗ്രാനൂൾസ്, ചൈനീസ് ലെറ്റർ പാറ്റേൺ അപ്പിയറൻസ് ഒക്കെ കൊറിനിബാക്ടീരിയം ഡിഫ്തി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, മെക്ഫേഡിയൻ റിയാക്ഷൻ is related to option A pneumococcus, option B haemophilus, option C bacillus anthrax, option D clostridium welchi. കറക്റ്റ് ആൻസർ ഏതാണ്? മെക്ഫേഡിയൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ബാസിലസ് ആന്ത്രാക്സ് ആണ്.
ഈ ബാസിലസ് ആന്ത്രാക്സ് നമ്മൾ ഈ പോളിക്രോം മെഥിലിൻ ബ്ലൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ക്യാപ്സ്യൂൾ പ്രസൻ്റ് ആണ്. ബാസിലസ് ആന്ത്രാക്സിന് ക്യാപ്സ്യൂൾ പ്രസൻ്റ് ആണ്. സോ അതാണ് ഈ ഒരു ഫീച്ചർ തരുന്നത് കേട്ടോ, ഈ റിയാക്ഷൻസ് തരുന്നത്. സോ അപ്പോൾ ഈ ഒരു ബാസിലസിന് ചുറ്റും ഒരു അമോർഫസ് പർപ്പിൾ കളർ തരും, അല്ലെങ്കിൽ അമോർഫസ് പർപ്പിൾ ഹാലോ തരും. അത് ക്യാപ്സ്യൂളാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പോളിക്രോം മെഥിലിൻ ബ്ലൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പർപ്പിൾ ഹാലോ, അമോർഫസ് പർപ്പിൾ ഹാലോ ആണ് തരുന്നത്. ഇതിനെയാണ് നമ്മൾ മക്ഫേഡിയൻ റിയാക്ഷൻ എന്ന് പറയും. ഓർത്ത് വെക്കേണ്ട 1-2 പോയിന്റ്. മക്ഫേഡിയൻ റിയാക്ഷൻ പോസിറ്റീവ് ആയിട്ടുള്ളത് ബാസിലസ് ആന്ത്രാക്സ് ആണ്. സോ അതിൻ്റെ ക്യാപ്സ്യൂളാണ് ഇതിന് ഈ ഒരു റിയാക്ഷൻസ് തരുന്നത്. അത് നമ്മൾ പോളിക്രോം മെഥിലിൻ ബ്ലൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പർപ്പിൾ ഹാലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബാസിലസിന് ചുറ്റും കാണാൻ പറ്റും, അമോർഫസ് പർപ്പിൾ ഹാലോ. ഓക്കെ, അടുത്തത് കോസിറ്റീവ് ഏജൻറ്റ് ഓഫ് പ്ലാഗ്. ഓപ്ഷൻ എ പാസ്റ്റോറല്ല, ഓപ്ഷൻ ബി യേഴ്സീനിയ പെസ്റ്റിസ്, ഓപ്ഷൻ സി ഫാൻസിസല്ല, ഓപ്ഷൻ ഡി ലെപ്റ്റോസ്പൈറ. ആരാണ് പ്ലാഗ് കോസ് ചെയ്യുന്നത്? യെസ്, യേഴ്സീനിയ പെസ്റ്റിസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പ്ലാഗ് എന്ന് പറയുന്ന കണ്ടീഷൻ കോസ് ചെയ്യുന്നത് യേഴ്സീനിയ പെസ്റ്റിസ് ആണ്. For the cultivation of Mycobacterium tuberculosis is option A LJ medium, option B BSA, option C chocolate agar, option D clud agar. നമ്മൾ TB മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസിന് കൾട്ടിവേറ്റ് ചെയ്യാൻ കോമൺലി യൂസ് ചെയ്യുന്നത് ഏത് മീഡിയമാണ്? LJ മീഡിയം, ലോവൻസൺസ് ജെൻസൺസ് മീഡിയം എന്ന് പറയുന്ന മീഡിയമാണ് നമ്മൾ TBക്ക് അല്ലെങ്കിൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസിന് കൾച്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഇതൊരു എഗ് ബേസ്ഡ് മീഡിയ ആണ് അല്ലേ, എഗ് ബേസ്ഡ് മീഡിയ ആണ്. അതേപോലെ നമ്മൾ ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡായിരുന്നു ഇൻസ്പിസേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. ഇൻസ്പിസേഷൻ എന്ന് പറയുന്നത് LJ മീഡിയ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. സോ ഇതിൽ നമ്മളൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഉണ്ടാവുന്നത്. ആ ലൈറ്റ് ഗ്രീൻ കളർ കൊടുക്കുന്നത് മാലക്കൈറ്റ് ഗ്രീൻ എന്ന് പറയുന്ന ഡൈ ആണ് ഇതിനൊരു ഗ്രീൻ കളർ കൊടുക്കുന്നത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് LJ മീഡിയമാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസിൻ്റെ കൾട്ടിവേഷന് യൂസ് ചെയ്യുന്നത്. ലോവൻസൺസ് ജെൻസൺസ് മീഡിയം എന്നാണ് പറയുക. സോ അതൊരു എഗ് ബേസ്ഡ് മീഡിയ ആണ്, അതിനൊരു ഗ്രീൻ കളർ കൊടുക്കുന്നത് മാലക്കൈറ്റ് ഗ്രീൻ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോക്കെ അറേഞ്ച്ഡ് ഇൻ ചെയിൻസ് ആർ ഓപ്ഷൻ എ ഡിപ്ലോകോക്കെ, ഓപ്ഷൻ ബി സ്ട്രെപ്റ്റോകോക്കെ, ഓപ്ഷൻ സി സ്റ്റഫൈലോകോക്കെ, ഓപ്ഷൻ ഡി സാർസിന. ചെയിൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന കോക്കേനെ നമ്മൾ പറയാം സ്ട്രെപ്റ്റോകോക്കെ എന്നാണ് അല്ലേ. കോക്കെ അറേഞ്ച്ഡ് ഇൻ ചെയിൻ ആണ് സ്ട്രെപ്റ്റോകോക്കെ. കോക്കെ അറേഞ്ച്ഡ് ഇൻ ക്ലസ്റ്റർ ആണ്, ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്ററിലാണെങ്കിൽ ദാറ്റ് ഇസ് സ്റ്റഫൈലോകോക്കെ. ചെയിൻ ആണെങ്കിൽ അത് സ്ട്രെപ്റ്റോകോക്കെ ആണ്. ക്ലസ്റ്റർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റഫൈലോകോക്കെ ആണ്. ഡിപ്ലോകോക്കെ എന്ന് പറഞ്ഞാൽ 2 കോക്കേസ്, 2 കോക്കേസ് ആണ് ഡിപ്ലോകോക്കെ എന്ന് പറയുന്നത്. സാർസിന എന്ന് പറയുമ്പോൾ ഫിഗർ ഓഫ് 8 അപ്പിയറൻസിൽ വരുന്നതിനാണ് നമ്മൾ സാർസിന എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണേ, സാർസിനയൊക്കെ ചോദിക്കാറുണ്ട്. സാർസിന ഫിഗർ ഓഫ് 8, സ്റ്റഫൈലോകോക്കെ ക്ലസ്റ്ററിൽ, സ്ട്രെപ്റ്റോകോക്കെ ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ സ്ട്രെപ്റ്റോകോക്കെ എന്ന് പറയുന്നത്. ക്ലസ്റ്റർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റഫൈലോകോക്കെ. 2 കോക്കീസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഡിപ്ലോകോക്കെ എന്ന് പറയാം. ഓക്കെ, അടുത്തത് അണേറോബിക് കൾച്ചർ മീഡിയം ഈസ് ഓപ്ഷൻ എ മെക്കോങ്കി അഗാർ, ഓപ്ഷൻ ബി ബൈൽ ബ്രോത്ത്, ഓപ്ഷൻ സി റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയ, ഓപ്ഷൻ ഡി ബ്ലഡ് അഗാർ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, നോക്ക്, നമുക്ക് ആൻസർ ആയിട്ട് ഒരു അണേറോബിക് കൾച്ചർ മീഡിയ ആണ് നമ്മൾ റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയം അല്ലെങ്കിൽ RCM എന്ന് പറയുന്നത് അല്ലേ. അണേറോബിൻ്റെ കൾട്ടിവേഷന് യൂസ് ചെയ്യുന്ന മീഡിയ ആണ് ഇത്, ഈ RCM എന്ന് പറയുന്നത്. RCM മാത്രമല്ല കേട്ടോ, പല വേറെ മീഡിയാസ് ഉണ്ട്. CCFA, അതേപോലെ തന്നെ തയോഗ്ലൈക്കോലേറ്റ് ബ്രോത്ത്, ബാക്ടീരിയോയിഡ് ബൈലെസ്കുലിൻ, അങ്ങനെയുള്ള പല മീഡിയാസും നമ്മൾ അണേറോബിക് കൾച്ചർ മീഡിയ ആയിട്ട് വരുന്നതാണ്. തയോഗ്ലൈക്കോലേറ്റ് ബ്രോത്ത്, RCM, എഗ് യോക്ക് അഗാർ, ഇതെല്ലാം നമ്മൾ അണേറോബിൻ്റെ കൾട്ടിവേഷന് യൂസ് ചെയ്യുന്ന മീഡിയംസ് ആണ്. ഓർത്ത് വെക്കുക, RCM, എഗ് യോക്ക് അഗാർ, CCFA, CCEY, തയോഗ്ലൈക്കോലേറ്റ് ബ്രോത്ത്, ബൈലെസ്കുലിൻ അഗാർ, ഇതെല്ലാം അണേറോബിൻ്റെ കൾട്ടിവേഷന് യൂസ് ചെയ്യുന്നതാണ്. അടുത്ത് ദ സൈസ് ആൻഡ് നമ്പർ ഓഫ് ബാക്ടീരിയൽ സെൽ വാൾ ഇൻക്രീസ്ഡ് ഇൻ ഓപ്ഷൻ എ സ്റ്റേഷനറി ഫേസ്, ഓപ്ഷൻ ബി ലോഗ് ഫേസ്, ഓപ്ഷൻ സി ഫേസ് ഓഫ് ഡിക്ലൈൻ, ഓപ്ഷൻ ഡി ലാഗ് ഫേസ്.
ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ബാക്ടീരിയൻ്റെ ഗ്രോത്ത്, നമ്മളൊരു കൾച്ചർ മീഡിയയിൽ ബാക്ടീരിയൻ്റെ ഗ്രോത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു അവിടെ ഉണ്ടാകുന്ന ആ ഗ്രോത്തിനെ നമ്മളൊരു ഗ്രോത്ത് കർവിൽ പറയാറുണ്ട്. അതായത് ആദ്യം ഇങ്ങനെയാണ് നമ്മൾ ആ ഗ്രോത്ത് കർവ് വരയ്ക്കാറുള്ളത്. ഈ ഒരു ഫേസിനെ നമ്മൾ പറയാറുള്ളത് ലാഗ് ഫേസ് എന്നാണ്. ലാഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ നമ്മൾ അവിടെ വളരാൻ കുറച്ച് സമയം എടുക്കും അല്ലേ, നമ്മൾ അവിടെയുള്ള കൾച്ചർ കണ്ടീഷനൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് വളരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു ഗ്രോത്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അതിനെയാണ് നമ്മൾ ലാഗ് ഫേസ് എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് ലോഗ് ഫേസ് ഓർ എക്സ്പൊണൻഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. ലോഗ് ഫേസ്, അവിടെയാണ് ഈ ബാക്ടീരിയൻ്റെ നമ്പറും സൈസൊക്കെ കൂടുതലായിട്ട് നന്നായിട്ട് ആ ഒരു വളരുന്ന ഫേസ്, അവിടുത്തെ ന്യൂട്രിയൻസും കാര്യങ്ങളും കൾച്ചർ മീഡിയയിലുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്ത് വളരുന്ന ആ ഒരു ഫേസാണ് ഈ ലോഗ് ഫേസ് എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ് സ്റ്റേഷനറി ഫേസ്. സ്റ്റേഷനറി ഫേസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ന്യൂട്രിയൻസ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ അവരൊന്ന് ജസ്റ്റ് ആ ഗ്രോത്ത് ഒക്കെ ഒന്ന് മൾട്ടിപ്ലിക്കേഷനൊക്കെ ഒന്ന് സ്റ്റോപ്പായിട്ട് മാറും. ഡെത്ത് ആവുന്നില്ല, പക്ഷേ മൾട്ടിപ്ലിക്കേഷനൊക്കെ ഒന്ന് സ്റ്റോപ്പായിട്ട് അവർ ടോക്സിൻസും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഫേസ് ഓഫ് ഡിക്ലൈൻ, ലാസ്റ്റ് ഫേസ് ഓഫ് ഡിക്ലൈൻ എന്ന് പറയാം നമുക്ക്. ഈ ഒരു ഫേസിൽ എന്താണെന്ന് വെച്ചാൽ ന്യൂട്രിയൻസ് ഒന്നുമില്ല, പിന്നെ അവിടെയുള്ള ആ ഒരു ബാക്ടീരിയ അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റും ഒക്കെ ഇതാക്കിയിട്ട് അവിടെ ഗ്രോത്ത് നന്നായിട്ട് അല്ലെങ്കിൽ സെൽ ഡെത്ത് സംഭവിക്കുകയാണ്. സെൽ ഡെത്ത് സംഭവിക്കുന്ന ഈ ഒരു ഫേസിനെയാണ് നമ്മൾ ഫേസ് ഓഫ് ഡിക്ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് ബാക്ടീരിയൽ ഗ്രോത്ത് കർവ്. സോ ഇതിൽ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ഏതാണ് സൈസും നമ്പറും കൂടുന്നത് ഏത് ഫേസിലായിരിക്കും? യെസ്, ലോഗ് ഫേസിലായിരിക്കും സൈസും നമ്പറും കൂടുന്നത്. ഇവിടെ ഡിക്ലൈൻ ഫേസിൽ സെൽ ഡെത്താണ് സംഭവിക്കുന്നത്. സ്റ്റേഷനറി ഫേസിൽ ഗ്രോത്തും സൈസും നമ്പറും ഒന്നും കൂടുന്നില്ല. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കൾച്ചർ മെത്തേഡ് യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് കൾച്ചർ ഓഫ് യൂറിൻ. ഓപ്ഷൻ എ സ്ട്രീക്ക് കൾച്ചർ, ഓപ്ഷൻ ബി സ്ട്രോക്ക് കൾച്ചർ, ഓപ്ഷൻ സി പോർപ്ലേറ്റ് കൾച്ചർ, ഓപ്ഷൻ ഡി ലോൺ കൾച്ചർ. നമ്മൾ യൂറിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് കൾച്ചർ, അതായത് യൂറിൽ നമ്മൾ എത്രത്തോളം ബാക്ടീരിയ ഉണ്ടെന്ന് ജസ്റ്റ് ബാക്ടീരിയ ഉണ്ടോ, ഏത് ബാക്ടീരിയ എന്നല്ല, എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുന്നതാണ് നമ്മൾ യൂറിൻ ക്വാണ്ടിറ്റേറ്റീവ് കൾച്ചർ എന്ന് പറയും. അതിന് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് പോർപ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി കൃത്യമായിട്ട് ഒരു ഇത്ര അളവ് ഒരു ലൂപ്പ് യൂറിൻ എടുത്തിട്ട് അത് നമ്മൾ അഗാറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മൊത്തത്തിൽ അതൊരു പ്ലേറ്റിലേക്ക് പോർ ചെയ്തിട്ട് അതിൻ്റെ കോളനി നമ്പറും ഒക്കെ കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതൊരു മെത്തേഡാണ്, നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് കൾച്ചറിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈ പോർപ്ലേറ്റ് മെത്തേഡ് എന്ന്. യൂറിൻ ക്വാണ്ടിറ്റേറ്റീവ് കൾച്ചറിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈ പോർപ്ലേറ്റ് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളതൊന്നും നമുക്ക് ലോൺ കൾച്ചർ ഒന്നും ചെയ്താൽ ക്വാണ്ടിറ്റേറ്റീവ് ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ലോൺ കൾച്ചർ നമ്മൾ ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റിക്കാണ് കോമൺ ആയിട്ട് ചെയ്യുന്നത് ലോൺ കൾച്ചർ. ഓക്കെ, ഇനി സൈക്രോഫിലിക് ബാക്ടീരിയ ഈസ് ഗ്രോസ് ബെസ്റ്റ് അറ്റ് ടെമ്പറേച്ചർ ഓഫ്. ഓപ്ഷൻ എ 55 to 80 degrees Celsius, ഓപ്ഷൻ ബി 37 degrees Celsius, ഓപ്ഷൻ സി 25 to 40 degrees Celsius, ഓപ്ഷൻ ഡി ബിലോ 20 degrees Celsius. സൈക്രോഫിലിക് ആയിട്ടുള്ള ബാക്ടീരിയ വളരുന്നത് ബിലോ 20 degrees Celsius ആണ്. ബിലോ 20 degrees Celsius ആണ്. നമ്മൾ മീസോഫിലിക് ആയിട്ടുള്ള ബാക്ടീരിയ വളരുന്നത് ഈ ഒരു 25 to 40 degrees Celsiusലാണ്. മീസോഫിലിക് ഇത് 20ക്ക് താഴെയുള്ളത് സൈക്രോഫിലിക് ആണ്. ഈ മീസോഫിലിക് ആയിരിക്കും ഏകദേശം നമ്മളെ ബോഡി ടെമ്പറേച്ചർ ഈ ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ അധികം ബാക്ടീരിയ നമ്മൾ ഹ്യൂമണിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന അധിക ബാക്ടീരിയാസും ഈ ഒരു മീസോഫിലിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആയിരിക്കും കേട്ടോ. പിന്നെ എബോവ് 55 എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടി അവിടെ തെർമോഫിലിക് ബാക്ടീരിയ ആണ്. ഹീറ്റ് ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയ ആണ് തെർമോഫിലിക്. ടെമ്പറേച്ചർ കുറഞ്ഞത് സൈക്രോഫിലിക്, ഒരു 25 to 40 നമ്മൾ ഹ്യൂമൻ 37 ഒക്കെ വരുന്നത് ഈ മീസോഫിലിക്കിലാണ്. നല്ല ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അത് ദാറ്റ് ഈസ് തെർമോഫിലിക്, ഹീറ്റ് ലവിങ് ബാക്ടീരിയ. ഇനി അടുത്തത് നെഗ്ലർ റിയാക്ഷൻ ഈസ് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ്. ഓപ്ഷൻ എ കോയാഗുലേസ്, ഓപ്ഷൻ സി കാറ്റലേസ്, ഓപ്ഷൻ ബി ഹൈലുറോണിഡേസ്, ഓപ്ഷൻ ഡി ലെസിത്തിനേസ്. കറക്റ്റ് ആൻസർ ഏതാണ്? നെഗ്ലർ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ലെസിത്തിനേസ് ആക്ടിവിറ്റിയാണ് അവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ്ട്രീഡിയം പെർഫിൻജൻസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെഗ്ലർ റിയാക്ഷൻ ചെയ്യുന്നത്. പെർഫിൻജൻസ് അവർ ഈ ലെസിത്തിനേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ ലെസിത്തിനേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്ന ആ മീഡിയത്തിലുള്ള ലെസിത്തിനെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും ആ മീഡിയയിൽ കിട്ടുന്നത്. ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നെഗ്ലർ റിയാക്ഷന് കിട്ടുന്നത്. നെഗ്ലർ റിയാക്ഷൻ നമ്മൾ ക്ലോസ്ട്രീഡിയം പെർഫിൻജൻസിനാണ് ചെയ്യുന്നത്. എന്ത് ആക്ടിവിറ്റി ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ആ ബാക്ടീരിയ ലെസിത്തിനേസ് എന്ന് പറയുന്ന എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് നോക്കുന്നത്. സോ അത് നമ്മൾ കൾച്ചർ മീഡിയയിലെ ലെസിത്തിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ,
സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാക്ടീരിയ വിച്ച് റിക്വയർ ട്രിപ്റ്റോഫാൻ ആസ് എ ഗ്രോത്ത് ഫാക്ടർ ഈസ് ഓപ്ഷൻ എ ഹിമോഫിലസ്, ഓപ്ഷൻ ബി സാൽമോണല ടൈഫി, ഓപ്ഷൻ സി വിബ്രിയോ കോളറ, ഓപ്ഷൻ ഡി ക്ലോസ്ട്രീഡിയം ടെറ്റൻ. നമ്മൾ കൂടുതലായിട്ട് ട്രിപ്റ്റോഫാൻ ഒരു ഗ്രോത്ത് ഫാക്ടറായിട്ട് നമുക്ക് സാൽമോണല ടൈഫിൻ്റെ കേസിൽ കൂടുതലായിട്ട് ട്രിപ്റ്റോഫാൻ ആവശ്യമാണ് കേട്ടോ. ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് സാൽമോണല ടൈഫിൻ്റെ കേസിൽ കൂടുതലായിട്ട് ട്രിപ്റ്റോഫാൻസ് ഒരു ഗ്രോത്ത് ഫാക്ടറായിട്ട് ആവശ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് സ്റ്റെയിനിങ്. ഓപ്ഷൻ എ ഗ്രാം സ്റ്റെയിനിങ്, ഓപ്ഷൻ ബി സീൽ നീൽസൺ സ്റ്റെയിനിങ്, ഓപ്ഷൻ സി മെഥിലിൻ ബ്ലൂ സ്റ്റെയിനിങ്, ഓപ്ഷൻ ഡി ഇന്ത്യൻ ഇങ്ക് സ്റ്റെയിനിങ്. നെഗറ്റീവ് സ്റ്റെയിൻ എക്സാമ്പിൾ ഏതാണ്? യെസ്, ദാറ്റ് ഈസ് ഇന്ത്യൻ ഇങ്ക് സ്റ്റെയിൻ. നെഗറ്റീവ് സ്റ്റെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാധാരണ നമ്മൾ സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ എന്താണോ സ്റ്റെയിൻ ചെയ്യേണ്ടത് അതിനെയാണ് സ്റ്റെയിൻ ചെയ്യുക അല്ലേ, ബാക്ക്ഗ്രൗണ്ട് കളർ ഇല്ലാണ്ടുമാണ്. പക്ഷേ നെഗറ്റീവ് സ്റ്റെയിനിൽ ബാക്ക്ഗ്രൗണ്ട് കളേർഡ് ആയിരിക്കും, പക്ഷെ നമ്മൾ സ്റ്റെയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ലേ, അത് കളർ ചെയ്യാണ്ട് ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ കളേർഡ് ആയിരിക്കുന്നത്. ദാറ്റ് ഈസ് നെഗറ്റീവ് സ്റ്റെയിനിങ് എന്ന് പറയും. സോ നമ്മളത് കോമൺലി ചെയ്യാറുള്ളത് ക്യാപ്സ്യൂൾസിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. ക്യാപ്സ്യൂളിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? നെഗറ്റീവ് സ്റ്റെയിനിങ് ചെയ്യാറുള്ളത്. സോ അത് ഇന്ത്യൻ ഇങ്ക് സ്റ്റെയിനിങ്, നിഗ്രോസിൻ സ്റ്റെയിനിങ്, ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് സ്റ്റെയിനിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. ഇന്ത്യൻ ഇങ്ക് സ്റ്റെയിനിങ്, നിഗ്രോസിൻ സ്റ്റെയിനിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ക്യാപ്സ്യൂളിന് യൂസ് ചെയ്യുന്ന നെഗറ്റീവ് സ്റ്റെയിനാണ്. നെഗറ്റീവ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റെയിൻഡ് ആയിരിക്കും, നമ്മൾ എന്താണോ സ്റ്റെയിൻ ചെയ്യേണ്ട ആ ഒരു കാര്യം അൺസ്റ്റെയിൻഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെലനേറ്റ് എഫ് ബ്രോത്ത്. ഓപ്ഷൻ എ സെലക്റ്റീവ് മീഡിയ, ഓപ്ഷൻ ബി ഇൻഡിക്കേറ്റർ മീഡിയ, ഓപ്ഷൻ സി എൻറിച്ച്ഡ് മീഡിയ, ഓപ്ഷൻ ഡി എൻറിച്ച്മെൻറ്റ് മീഡിയ. സെലനേറ്റ് എഫ് ബ്രോത്ത് എന്ന് പറയുന്നത് ഒരു എൻറിച്ച്മെൻറ്റ് മീഡിയ ആണ്. എൻറിച്ച്മെൻറ്റ് മീഡിയ. നമ്മൾ സെലക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ? സെലക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയ ഏതിനെയാണോ നമ്മൾ കൾച്ചർ ചെയ്യേണ്ടത് അതിൻ്റെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്തിട്ട് ബാക്കി അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ടീരിയ, ആവശ്യമില്ലാത്ത ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സെലക്റ്റീവ് മീഡിയ. അതൊരു സോളിഡ് മീഡിയ ആയിരിക്കും. സോളിഡ് മീഡിയ ആയിരിക്കും എന്ത്? സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത്. ആവശ്യമുള്ള പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്തിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സോളിഡ് മീഡിയനെയാണ് നമ്മൾ സെലക്റ്റീവ് മീഡിയ. ഇതേ സംഭവം ലിക്വിഡ് മീഡിയ ആയ ദാറ്റ് ഈസ് എൻറിച്ച്മെൻറ്റ് മീഡിയ. ഇവിടെയും അത് തന്നെയാണ്, അൺവാണ്ടഡ് ബാക്ടീരിയനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പാത്തോജനിക് ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്ന ലിക്വിഡ് മീഡിയനെയാണ് നമ്മൾ എൻറിച്ച്മെൻറ്റ് മീഡിയ എന്ന് പറയുന്നത്. എൻറിച്ച്ഡ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ബ്ലഡ് അഗാറൊക്കെ പോലെയുള്ള ഫസ്റ്റീഡിയസ് ആയിട്ടുള്ള ബാക്ടീരിയനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കും. കാരണം ഫസ്റ്റീഡിയസ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ന്യൂട്രിയൻസ് ഉണ്ടായാൽ മാത്രമേ അത് വളരുള്ളൂ. അങ്ങനെയുള്ള ബാക്ടീരിയനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുത്ത മീഡിയനെയാണ് നമ്മൾ എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുന്നത് കേട്ടോ. എൻറിച്ച്ഡും എൻറിച്ച്മെൻറ്റും മാറിപ്പോരുത്. എൻറിച്ച്മെൻറ്റ് മീഡിയ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ സിമ്പിളായിട്ട് ലിക്വിഡ് സെലക്റ്റീവ് മീഡിയ എന്ന് പറയാം. ലിക്വിഡ് സെലക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൻറിച്ച്മെൻറ്റ് മീഡിയ. സെലനേറ്റ് എഫ് ബ്രോത്ത് ഒരു ലിക്വിഡ് സെലക്റ്റീവ് മീഡിയയ്ക്ക് എക്സാമ്പിളാണ്, അല്ലെങ്കിൽ എൻറിച്ച്മെൻറ്റ് മീഡിയയ്ക്ക് എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓർഗൻ ഓഫ് അഡ്ഹഷൻ ഇൻ ബാക്ടീരിയ ഈസ് ഓപ്ഷൻ എ ഫിംബ്രിയെ, ഓപ്ഷൻ ബി ക്യാപ്സ്യൂൾ, ഓപ്ഷൻ സി ഫ്ലജല്ല, ഓപ്ഷൻ ഡി സ്ലൈം. ഓർഗൻ ഓഫ് അഡ്ഹഷന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്നത് ഫിംബ്രിയാണ് കേട്ടോ. അഡ്ഹർ ചെയ്യാൻ ഒരു സെല്ലിൻ്റെ മുകളിൽ ബാക്ടീരിയ അഡ്ഹർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഫിംബ്രിയാണ്. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബാക്ടീരിയൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ് ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഫ്ലജല്ല എന്ന് പറയുന്നത് ലോക്കോമോഷന് മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനാണ് ഫ്ലജല്ല. സ്ലൈം എന്ന് പറയുമ്പോഴും ഇതേപോലെ സെൽവാളിന് ചുറ്റുമുള്ള ഒരു സ്ലൈം ലെയർ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. ആൻറ്റിബയോട്ടിക്കിനും ഡിസിൻഫെക്ഷൻ അതിനൊക്കെ എതിരായിട്ട് ഒരു പ്രൊട്ടക്ഷനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കവറിങ് ആണ് ഈ സ്ലൈം എന്ന് പറയുന്നത്. സോ അഡ്ഹർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫിംബ്രിയെ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, അടുത്തത് യെസ് ഡിറ്റർമിനേഷൻ ഓഫ് സെറം AST ആക്ടിവിറ്റി ഇൻ പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ ഓപ്ഷൻ എ ലിവർ ഡിസീസ്, ഓപ്ഷൻ ബി റീനൽ ഡിസീസ്, ഓപ്ഷൻ സി ഡയബറ്റിസ് മെൽറ്റസ്, ഓപ്ഷൻ ഡി മയോകാർഡിയൽ ഇൻഫെക്ഷൻ. സത്യത്തിൽ ഇവിടെ നമുക്ക് ASTൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ മയോകാർഡിയൽ ഇൻഫെക്ഷൻസിലും ലിവറിലും രണ്ടിലും നോക്കാറുണ്ട് കേട്ടോ. ASTൻ്റെ മയോകാർഡിയൽ ഇൻഫെക്ഷൻ്റെ കേസിലും ലിവർ ഡിസീസിൻ്റെ കേസിലും AST ആക്ടിവിറ്റി നോക്കാറുണ്ട്. ഓക്കെ, അടുത്തത് നോർമൽ റേഞ്ച് ഓഫ് സെറം sodium concentration. Option A 134 to 145 millimole per liter. Option B 96 to 106 millimole per liter. Option C 3.6 to 5.4 millimole per liter. Option D 134 to 145 milligram per DL.
ഏതാണ് ഇവിടെ? യെസ്, 134 to 145 മില്ലി മോൾ പെർ ലിറ്റർ ആണ് നമ്മൾ സെറം സോഡിയത്തിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇവിടെ കണ്ടോ, സെയിം കാര്യം കൊടുത്തു, പക്ഷേ മില്ലിഗ്രാം പെർ ഡേയിൽ കൊടുത്തു. സോഡിയത്തിൻ്റെത് മില്ലി മോൾ പെർ ലിറ്റർ, യൂണിറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 134 to 145 മില്ലി മോൾ പെർ ലിറ്റർ ആണ് സെറം സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. Next, estimation of serum bilirubin is based on option A, Lieberman-Barchild reaction, option B, Biuret reaction, option C, Vandenberg reaction, option D, none of the above. നമ്മൾ serum bilirubin estimation യൂസ് ചെയ്യുന്നത് വാൻഡൻബർഗ് റിയാക്ഷൻ ആണ് അല്ലേ? വാൻഡൻബർഗ് റിയാക്ഷൻ, അതായത് വാൻഡൻബർഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബിലിറുബിൻ റിയാക്ട് വിത്ത് ഡൈസറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു പർപ്പിൾ കളർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനെ നമ്മൾ ആസോ ബിലിറുബിൻ എന്ന് പറയും. ആസോ ബിലിറുബിൻ ഫോം ചെയ്യും. അതാണ് ഈ വാൻഡൻബർഗ് റിയാക്ഷൻ. ബിലിറുബിൻ സൾഫാനിലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ആസോ ബിലിറുബിൻ, ആ കളറ് പർപ്പിൾ കളറാണ്. ഈ പർപ്പിൾ കളർ ഉണ്ടോ എന്നാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. സോ ലേബർമാൻ-ബർച്ചാൾഡ് മെത്തേഡ് എന്ന് പറയുന്നത് കൊളസ്ട്രോളിന് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ്. ബയൂറേറ്റ് മെത്തേഡ് ആണെങ്കിൽ പ്രോട്ടീനിന് ചെയ്യുന്ന മെത്തേഡാണ്. പ്രോട്ടീനിൻ്റെ മെത്തേഡാണ് ബയൂറേറ്റ് മെത്തേഡ് എന്ന്. വാൻഡൻബർഗ് റിയാക്ഷനാണ് നമ്മൾ ബിലിറുബിൻ എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് the enzymes. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയി. ഈ ഒരു ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് കറക്റ്റ് മെത്തേഡ് ഓഫ് അസസിങ് ഗ്ലോബുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഓപ്ഷൻ എ യൂറിയ ക്ലിയറൻസ് ടെസ്റ്റ്, ഓപ്ഷൻ ബി ഇനുലിൻ ക്ലിയറൻസ് ടെസ്റ്റ്, ഓപ്ഷൻ സി ക്രിയാറ്റിൻ ക്ലിയറൻസ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. നമ്മൾ GFRന് ബെസ്റ്റ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലിയറൻസ് ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇനുലിൻ ക്ലിയറൻസ് ആണ് കേട്ടോ. ബെസ്റ്റ് GFRനെ അസസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇനുലിൻ ക്ലിയറൻസ് ടെസ്റ്റ് ആണ്. ബാക്കിയൊക്കെ നമ്മൾ യൂസ് ചെയ്യും, യൂറിയ ക്ലിയറൻസും ക്രിയാറ്റിൻ ക്ലിയറൻസും ഒക്കെ യൂസ് ചെയ്യുമെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇനുലിൻ ക്ലിയറൻസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മേജർ എക്സ്ട്രാ സെല്ലുലാർ കാറ്റയോൺ. ഓപ്ഷൻ എ സോഡിയം, ഓപ്ഷൻ ബി പൊട്ടാസ്യം, ഓപ്ഷൻ സി ബൈകാർബണേറ്റ്, ഓപ്ഷൻ ഡി ക്ലോറൈഡ്. എക്സ്ട്രാ സെല്ലുലാർ കാറ്റയോൺ എന്ന് പറയുന്നത് സോഡിയമാണ്. പൊട്ടാസ്യം എന്ന് പറയുന്നത് മേജർ ഇൻട്രാ സെല്ലുലാർ കാറ്റയോൺ, അതും ചോദിക്കാറുണ്ട്. പൊട്ടാസ്യം ഇൻട്രാ സെല്ലുലാർ കാറ്റയോണും സോഡിയം എക്സ്ട്രാ സെല്ലുലാർ കാറ്റയോൺ, സെൽസിൻ്റെ പുറത്തുള്ള കാറ്റയോൺ. ഇത് രണ്ടും സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബഫർ സിസ്റ്റം ഇൻ പ്ലാസ്മ. Most important buffer system in plasma. Option A, bicarbonate buffer system. Option B, protein buffer system. Option C, phosphate buffer system. Option D, none of the above. നമ്മളെ ഹ്യൂമണിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബഫർ സിസ്റ്റം എന്ന് പറയുന്നത് ബൈകാർബണേറ്റ് ആണ്. ഫോസ്ഫേറ്റ് ബഫർ സിസ്റ്റം ഒക്കെ ഉണ്ട്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബഫർ സിസ്റ്റം എന്ന് പറയുന്നത് ബൈകാർബണേറ്റ് ബഫർ സിസ്റ്റമാണ്. ഇത് നോട്ട് ചെയ്തേണ്ടതാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ.